Hello, good morning. Good morning, ma'am. Good morning. Good morning, ma'am. Good morning, ma'am. Hello. Good morning. Sound off ആണ്. കേൾക്കണില്ല? Hello. Good Yes, morning. ma'am. ഇപ്പൊ കേട്ടു. Good morning, ma'am. Good morning. Good morning, ma'am. Good morning. കുറെ നാളായില്ലേ കണ്ടിട്ട്? ആണോ? ഇല്ലേ? Yes, ma'am. ഇത്രയൊക്കെ ഉള്ളോ സ്റ്റുഡൻസ് ജോയിൻ ചെയ്യുന്നത്? 7 പേരാണ് ക്ലാസ്സിൽ ജോയിൻ ചെയ്തേക്കണേ. ആകെ 7 പേരുള്ളൂ. മൊത്തം 10 പേര് കാണിക്കുന്നുണ്ട്. പക്ഷെ അതില് 3 സ്മാർട്ട് സിറിന്ന് പോയേക്കുന്നതാ. ബാക്കി ദാറ്റ് മീൻസ് സ്റ്റുഡൻസ് ആയിട്ട് ജോയിൻ ചെയ്തിരിക്കുന്നത് 7 പേരാണ്. ഇങ്ങനെയാണോ ക്ലാസ്സിലെ സ്ട്രെങ്ത്? ഇങ്ങനെയാണോ? ഏകദേശം ഇത്ര ഉള്ളൂ. അല്ല. അപ്പൊ കൂടുതലുണ്ട്. അപ്പൊ ഓൺ ദ വേയിലായിരിക്കും. 15 പേരൊക്കെ ഉണ്ടാവാറുണ്ട്. 15 അത്ര ഉള്ള സ്റ്റുഡൻസ് ഉള്ള PG-യില് അല്ല ഈ ബാച്ചിലെ PG-യില് അധികം കുട്ടികൾ ഇല്ലാന്നാണോ? നിങ്ങൾക്ക് വല്ല ഗ്രൂപ്പോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ആ ഗ്രൂപ്പിലെ സ്ട്രെങ്ത് അനുസരിച്ച് നിങ്ങൾക്ക് തോന്നുന്നത് എന്താ? കുട്ടികൾ കയറാഞ്ഞിട്ടായിരിക്കുമോ, അല്ലെങ്കിൽ ഏകദേശം അത്രയൊക്കെ ഉള്ളൂ എന്നാണോ? ഗ്രൂപ്പൊന്നും ഇല്ല, മാം. ഗ്രൂപ്പില്ല. ഓക്കെ. അപ്പൊ നമുക്കറിയില്ല ഏകദേശം എത്ര കുട്ടികളുണ്ട് അല്ലേ? യെസ്, ഓക്കെ. സോ നമ്മള് എന്താ പറയാ, ചില ടൈം ടേബിൾ അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ നടത്തേണ്ടി വന്നു ബിറ്റ്വീനില്. ആസ് യു നോ, നിങ്ങൾക്ക് നേരത്തെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഈ വീക്കിൽ തുടങ്ങിയപ്പോൾ ടീച്ചേഴ്സ് ആരെങ്കിലും ഒക്കെ കയറിയപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായി കാണും. നമ്മുടെ വാഹിദ മിസ്സിന്റെ ക്ലാസ്സുകൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചെറിയ അറേഞ്ച്മെന്റുകൾ ചെയ്യേണ്ടി വന്നു. ടീച്ചർക്ക് കുറച്ച് ദിവസം ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ലീവ് എടുക്കേണ്ടി വന്നു. ഉമ്മച്ചിക്ക് വയ്യാണ്ടായി കഴിഞ്ഞപ്പോ പെട്ടെന്ന് വേറെ ഇല്ലാത്തത് കൊണ്ട് അവരെ ടേക്ക് കെയർ ചെയ്യേണ്ടത് മാമിന്റെ ഡ്യൂട്ടി ആൻഡ് റെസ്പോൺസിബിലിറ്റി ആയി മാറി. സോ അപ്പൊ അതുകൊണ്ട് കുറച്ച് ദിവസത്തേക്ക് ആണ് നമ്മൾ ഇങ്ങനെ ഒരു അത്രയും ദിവസമൊക്കെ ആ ഒരു ടൈം ടേബിളിൽ ആ ഒരു സമയം അവിടെ വേക്കന്റ് ആയി പോകുമല്ലോ. അതുകൊണ്ട് നമുക്ക് അതൊന്ന് റീഅറേഞ്ച്മെന്റ് ചെയ്യേണ്ടി വന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, അപ്പൊ നിങ്ങൾക്ക് ആ ഒരു ഇതിലേക്ക് PG-യുടെ ആ പോർഷൻ, ടീച്ചറിന്റെ പോർഷൻസ് ഒക്കെ നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്ത് സ്കെഡ്യൂൾ ചെയ്ത് വേറെ ടീച്ചേഴ്സിനായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതനുസരിച്ചിട്ടായിരിക്കും നമ്മളിനി എടുക്കുക. അപ്പൊ ടീച്ചറിന്റെ അവർ ഞാനാണ് എടുക്കുന്നത്. ദാറ്റ് മീൻസ് വാഹിദ മിസ്സിന്റെ അവർ ഞാൻ എടുക്കുന്നത്. നമ്മളുടെ ആ ഒരു ടീച്ചർ എടുക്കാൻ ഉദ്ദേശിച്ച ടോപ്പിക്സ് ചിലപ്പോ ഒന്ന് റീഅറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, സോ അങ്ങനെയാണ് ഞാനിപ്പോ ഇവിടെ കയറാനും ഇവിടെ ഇരിക്കാനും ഇട വന്നത്. കുഴപ്പമുണ്ടോ? ഇല്ല. ഓക്കെ. അപ്പൊ ഒരാളിങ്ങനെ എടുത്തോണ്ടിരുന്നിട്ട് പെട്ടെന്ന് ആദ്യം നിന്ന് വേറൊരാള് പിന്നെ കയറുമ്പോ നിങ്ങൾക്ക് ചിലപ്പോ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് തോന്നിയോ എന്നാണ് ഞാൻ ചോദിച്ചത്. പക്ഷേ വി ആർ ഹെൽപ്ലെസ്. നമുക്ക് പോർഷൻസ് എടുത്ത് തീർക്കണം. നമുക്ക് അത്രയും സമയം ചിലപ്പോ എത്ര ദിവസത്തേക്കാണെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ വയ്യായികയൊക്കെ വന്ന് പെട്ടെന്നൊക്കെ മാറിയാൽ നമുക്ക് വീണ്ടും ടീച്ചർക്ക് ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ നമുക്ക് അവരെ കെയർ ചെയ്യേണ്ടത് മാമിന്റെ ഡ്യൂട്ടിയാണ്. അതുകൊണ്ട് തന്നെ അതിനാണ് ലീവ് എടുത്തിരിക്കുന്നത്. പിന്നെ കുട്ടികളൊക്കെ ഉണ്ട്. അപ്പൊ എല്ലാവരും കൂടി ഡിസ്റ്റർബൻസ് ആവുന്നതുകൊണ്ടാണ് മാം സാക്രിഫൈസ് ചെയ്തിരിക്കുന്നത്. ജോലി കുറച്ച് ദിവസത്തേക്ക് വേണ്ടാന്ന് വെച്ചിരിക്കുന്നു. ഓക്കെ, സോ അവർക്ക് പെട്ടെന്ന് വയ്യായികളൊക്കെ മാറട്ടെ എന്നും ടീച്ചർക്ക് റിജോയിൻ ചെയ്യാൻ പറ്റട്ടെ എന്നൊക്കെ നമുക്ക് ഇത് പ്രാർത്ഥിക്കാനേ പറ്റുള്ളൂ അല്ലെ? സോ നമ്മുടെ ക്ലാസ്സുകൾ എടുക്കുന്നത്, ഞാൻ എടുക്കുന്ന ടോപ്പിക് എന്താ പറയാ, നിങ്ങൾക്ക് തന്നിരിക്കുന്ന ടോപ്പിക് പോലെ ആയിരിക്കില്ല. ചിലപ്പോൾ വാഹിദ മാം ചിലപ്പം ഓൾറെഡി നേരത്തെ ടീച്ചറിന്റെ ടോപ്പിക്സ് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അതങ്ങനെ പോയിക്കോട്ടെ. പക്ഷെ അതൊന്ന് മാറ്റിയിട്ട് നിങ്ങൾക്ക് ടീച്ചർ എടുത്തിരിക്കുന്ന ടോപ്പിക്കിന്റെ ബാക്കി ഭാഗം ഓൾറെഡി കണ്ടിന്യൂ ചെയ്യുന്നത് വന്ദന മിസ് ആണ്. വന്ദന മാം കയറിയിരുന്നോ? ഓക്കെ. അപ്പൊ ടീച്ചറിന്റെ വാഹിദ മിസ്സിന്റെ ടോപ്പിക്സ് എടുക്കുന്നത് വന്ദനയായിരിക്കും, വന്ദന മിസ് ആയിരിക്കും. ഞാൻ എടുക്കുന്ന ടോപ്പിക് ഞാൻ പറയാം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് 6th മൊഡ്യൂളിലെ 7th ചാപ്റ്റർ ആയ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആണ്. കാണുന്നുണ്ടോ? മൊഡ്യൂൾ തിരിച്ചിട്ടുള്ള നിങ്ങളുടെ സിലബസുകൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കും. ഉണ്ടോ? അപ്പൊ നിങ്ങൾക്ക് അതിൽ നോക്കിയാൽ കാണാം 6th മൊഡ്യൂളില്
സെവൻത് ചാപ്റ്റർ ആയിട്ടുള്ള ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. എല്ലാവർക്കും മനസ്സിലായോ? ആരും എന്താ പറയാ ഇതെന്താ ഇവിടെ നടക്കണേ, ആരൊക്കെയോ കയറി ഏതൊക്കെയോ എടുക്കുന്നു എന്ന് കൺഫ്യൂസ്ഡ് ആകരുത്. ആകെ 3 മൊഡ്യൂളുള്ളൂ. ആകെ 3 മൊഡ്യൂള് 5, 6, 7 1, 2, 3, 4 നമ്മള് മൊഡ്യൂൾസ് നമ്മള് ഡിപ്ലോമയിൽ പഠിച്ചു കഴിഞ്ഞു. 5, 6, 7 അതായത് ഡിപ്ലോമയുടെ കണ്ടിന്യൂവേഷൻ ആണ് PG എന്ന് പറയുന്ന നിങ്ങളുടെ HA കോഴ്സ്. അപ്പൊ അതിനകത്ത് വരുന്ന 5, 6, 7 മൊഡ്യൂൾസിലെ ചാപ്റ്റേഴ്സ് ആണ് നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 5 മൊഡ്യൂൾസ് ഐ തിങ്ക് ഓൾമോസ്റ്റ് എല്ലാ ടീച്ചേഴ്സും എടുത്ത് തീർന്നിട്ടുണ്ടായിരിക്കണം. ശരിയാണോ? ഒന്ന് പറയണേ, ഒന്ന് കൺഫേം ചെയ്യൂ. 5th മൊഡ്യൂളിലെ ചാപ്റ്റേഴ്സ് കംപ്ലീറ്റഡ് ആണോ? ചാപ്റ്റേഴ്സ് കംപ്ലീറ്റഡ് ആയി. ഏതാ? ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടില്ല, എടുത്തോണ്ടിരിക്കുന്നേ ഉള്ളൂ. അതെ, മാമിന്റെ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. ഒന്നല്ല 2 ചാപ്റ്റർ. ഓക്കെ, 8 ചാപ്റ്റർ ഇതാണല്ലോ, 8 ചാപ്റ്റർ ഇതാണ്. ഓക്കെ, ലാസ്റ്റ് പോർഷൻ ആണ് എടുത്തോണ്ടിരിക്കുന്നത്. രമ്യ മാം ഒക്കെ ലാസ്റ്റ് ഭാഗമാണ് എടുക്കുന്നത്. 5th മൊഡ്യൂളിലെ തന്നെ ലാസ്റ്റ് പോർഷൻസിലേക്കാണ്. എല്ലാവരുടെയും കയ്യിൽ ഒരേ ചാപ്റ്റർ ഇരിക്കുകയായിരിക്കും അല്ലെ? ഓക്കെ, പക്ഷെ ഞാനിപ്പോ 5th അല്ല എടുക്കുന്നത്. ബിക്കോസ് എടുക്കേണ്ട 5th പോർഷൻസ് ഓൾറെഡി അവർ എടുത്തോണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനി അതിന്റെ ഇടയിൽ കയറാൻ പറ്റില്ലായിരിക്കും. ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നത് നമ്മുടെ 6th മൊഡ്യൂളിലേക്കാണ്. 6th മൊഡ്യൂളിലേക്ക് ആദ്യമായിട്ട് കയറുന്നതാണ് നമ്മൾ. എന്തുകൊണ്ട് അത് പോയി ലാസ്റ്റത്തെ 7ാമത്തെ ചാപ്റ്റർ എടുക്കുന്നു എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ഒരു ചാപ്റ്ററും മറ്റൊരു ചാപ്റ്ററുമായിട്ട് ഒരു കണക്ഷനും ഇല്ല. എല്ലാം ഡിഫറെന്റ് എന്താ പറയാ കാര്യങ്ങളാണ്. ഇതെല്ലാം നമുക്ക് ഹോസ്പിറ്റൽസിൽ മാനേജ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതെല്ലാം മാനേജ് ചെയ്യേണ്ട കാര്യങ്ങളാണ് നമ്മളൊരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയ്ക്ക് നമുക്ക് ചെയ്യാനുള്ള ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി. സോ ഈച്ച് ആൻഡ് ഏരിയ നമ്മൾ മനസ്സിലാക്കണം. ഓരോ ഏരിയയിലും എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നറിഞ്ഞാൽ മാത്രമാണ് വി ക്യാൻ ബി എ മാനേജർ. നമുക്കും അതൊക്കെ മാനേജ് ചെയ്യുന്ന ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിനെ ഇതെല്ലാം കാര്യങ്ങൾ മാനേജ് ചെയ്യുന്ന ഒരാളായി മാറാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഒന്നും കണക്റ്റഡ് അല്ല, എല്ലാം ഡിഫറെന്റ് ടോപ്പിക്സ് ആണ്. അതുകൊണ്ട് തന്നെ ഒരു കണ്ടിന്യൂഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഞാൻ എന്റേതായ ചാപ്റ്റർ, നമ്മളിപ്പോ വേറെ ക്ലാസ്സുകളിലൊക്കെ ഓരോ ടീച്ചേഴ്സും മറ്റ് PG ക്ലാസ്സുകളിലും ഈ ഒരു ബാച്ച് അല്ലാണ്ട് വേറെ ബാച്ചസിലൊക്കെ ഓരോ ചാപ്റ്റേഴ്സ് എടുക്കുന്നുണ്ട്. അപ്പൊ അവരവരുടേതായ, ഇപ്പൊ നമ്മൾ ഒരു സ്കൂളില് ഒരു വിഷയം ഒരു ടീച്ചർ എടുക്കുമ്പോൾ അടുത്ത വിഷയം വേറെ ടീച്ചർ എടുക്കുക. അതുപോലെ നമ്മളിങ്ങനെ ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. സോ ആ രീതിയിൽ തന്നെയായിരിക്കും നിങ്ങൾ നോക്കേണ്ട, ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് എല്ലാ ചാപ്റ്റേഴ്സും എടുക്കുന്നുണ്ട്, കവർ ചെയ്തിട്ടുണ്ട് എന്ന് ഒന്ന് എൻഷുർ ചെയ്യുക. ദാറ്റ്സ് ഓൾ. ഓക്കെ, ചാപ്റ്റർ എല്ലാം നിങ്ങൾക്ക് മിസ്സാകാതെ ടീച്ചേഴ്സ് ഇങ്ങനെ മാറിയൊക്കെ ചിലപ്പോ ഒരു അഡ്ജസ്റ്റ്മെന്റിലൊക്കെ ചിലപ്പോ ഏതെങ്കിലും ഒന്ന് മറന്നു പോകാം, സ്കിപ്പ് ചെയ്തു പോകാം. അത് ഹ്യൂമൻ നേച്ചറിലുള്ളതാണ്, മനുഷ്യന്മാരുടെ കയ്യിൽ നിന്ന് വിട്ടുപോകും അല്ലെ? അപ്പൊ അതുകൊണ്ട് അത് ഇല്ലാന്ന് ഉറപ്പുവരുത്തുക. അങ്ങനെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അത് ടീച്ചേഴ്സിനെ അറിയിക്കുക. 5th മൊഡ്യൂളില് ഒരു ചാപ്റ്റർ കൂടി ഉണ്ട്, അത് ആരും എടുത്തില്ലല്ലോ എന്ന് നിങ്ങൾക്ക് നോട്ടീസ് ചെയ്യിപ്പിക്കാം ടീച്ചർമാരെ. മനസ്സിലായോ പറയുന്നത്? ഇപ്പൊ ഇടയിൽ ഇപ്പൊ നമ്മൾ കയറേണ്ടി വന്നു. അപ്പൊ നമ്മൾ കയറി കഴിഞ്ഞ് ഇപ്പൊ വീണ്ടും ചാപ്റ്റർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി മറിഞ്ഞൊക്കെ എടുത്തു. അപ്പൊ നമ്മൾ നോക്കുക എല്ലാ ചാപ്റ്ററും കവർ ചെയ്തിട്ടുണ്ടോ എന്ന്. റെഗുലർ ആയിട്ട് കയറുന്ന കുട്ടികൾ ഇവിടെ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് കൺഫേം ചെയ്യാൻ പറ്റും വെദർ ദ ചാപ്റ്റേഴ്സ് ആർ ഓൾറെഡി ടേക്കൺ. എല്ലാ മൊഡ്യൂൾസിലെയും എല്ലാ ചാപ്റ്റേഴ്സും എടുത്ത് തീർക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്താൻ നിങ്ങൾക്ക് പറ്റും. ഓക്കെ, അങ്ങനെ ഏതെങ്കിലും ഒരെണ്ണം എടുക്കാതെ പോയി അയ്യോ എല്ലാവരും ഇപ്പൊ 6th മൊഡ്യൂളിലേക്ക് കയറിയല്ലോ, പക്ഷെ 5th മൊഡ്യൂളിൽ ഈ ഒരു ചാപ്റ്റർ എടുത്തില്ലല്ലോ, അങ്ങനെ ആർക്കെങ്കിലും തോന്നുന്നുണ്ട് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ അങ്ങനെ നോട്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് ടീച്ചേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. എന്നോട് പറഞ്ഞാലും മതി, ടീച്ചറെ ഇന്ന ചാപ്റ്റർ എടുത്തില്ല, അതല്ലാണ്ട് എല്ലാവരും ഇപ്പൊ 6th മൊഡ്യൂൾ എടുക്കുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ ഉണ്ടാകുന്നല്ലോ കേട്ടോ. ഇൻ കേസ് അങ്ങനെ ഉണ്ടാകുകയാണെങ്കിൽ അതൊന്ന് ഇൻഫോം ചെയ്യാം. ഓക്കെ, സോ നമ്മൾ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. ദാറ്റ് ഈസ് ദ 7th ചാപ്റ്റർ ഓഫ് 6th മൊഡ്യൂൾ കേട്ടോ. ഇതാണ് നമുക്ക് പഠിക്കാനുള്ളത്. സോ വാട്ട് ഈസ് ദ നെസസിറ്റി ഓഫ് ഐഡന്റിഫൈങ് ഓർ അണ്ടർസ്റ്റാൻഡിങ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻ ഹോസ്പിറ്റൽസ്? എന്താണ് ഈ ഡിസാസ്റ്ററിന് നമ്മുടെ ഹോസ്പിറ്റൽസിൽ കാര്യം? ഈ ഡിസാസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് യു മീൻ ബൈ ഡിസാസ്റ്റർ? ദുരന്തങ്ങളാണ് അല്ലെ? And how it is crucial or necessary of learning or identifying such an area in hospitals. ഹോസ്പിറ്റൽസിൽ ഈ പറയുന്ന ഡിസാസ്റ്ററുകൾക്ക് എന്ത് സ്ഥാനമുണ്ട്, എന്ത് പ്രാധാന്യമുണ്ട് എന്ന് നമുക്കൊന്ന് കാണാം. അതാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഉടനീളം നമുക്ക് പഠിക്കാനുള്ളത്. See, we know that there are different types of disasters. Man-made ഡിസാസ്റ്റേഴ്സും ഉണ്ട്, നാച്ചുറൽ ആയിട്ടുള്ള ഡിസാസ്റ്റേഴ്സും ഉണ്ട് അല്ലെ? ഡിസാസ്റ്റർ എന്ന് പറഞ്ഞാൽ ദുരന്തങ്ങൾ, മനുഷ്യന്മാര് വരുത്തിവെക്കുന്ന ദുരന്തങ്ങളും ഉണ്ട്, മനുഷ്യന്മാരാൽ അല്ലാതെ തന്നെ നാച്ചുറൽ ആയിട്ട്, അതായത് നാച്ചുറൽ കലാമിറ്റീസ് പോലെയുള്ള ദുരന്തങ്ങൾ, അതായത് പ്രകൃതി ദുരന്തങ്ങൾ പോലെയുള്ള ദുരന്തങ്ങളും
ഉണ്ടാകുന്നുണ്ട്. രണ്ട് രീതിയിലുണ്ട്, മാൻമെയ്ഡും ഉണ്ട്. മനുഷ്യന്മാര് തന്നെ മനുഷ്യനെ അഗെയിൻസ്റ്റ് ആയിട്ട് ചെയ്യുന്ന ബോംബിടുക, അതൊക്കെ ദുരന്തമാണ്. അതിന്റെ ആഫ്റ്റർ എഫക്റ്റുകൾ ഫേസ് ചെയ്യേണ്ടി വരുന്ന കമ്മ്യൂണിറ്റി ഓർ സൊസൈറ്റി നോക്കുക. അതുപോലെ തന്നെ നാച്ചുറൽ കലാമിറ്റീസ് പോലെയുള്ള ദുരന്തങ്ങളാണെങ്കിലും ഇറ്റ് ഷുഡ് ബി ഫേസ്ഡ് ബൈ ദ സൊസൈറ്റി or the place or the environment where it has been occurred. ഏത് പ്ലേസിലാണ്, ഏത് സ്ഥലത്താണ്, ഏത് ഒരു മേഖലയിലാണ് അത്തരം ദുരന്തങ്ങൾ ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ അവിടെ ചുറ്റിപ്പറ്റിയുള്ള ആളുകളെ എല്ലാം അത് ബാധിക്കും, അതിന്റെ ആഫ്റ്റർ എഫക്ട് അല്ലെ. അപ്പൊ അത് എങ്ങനെയൊക്കെയാണ് മാനേജ് ചെയ്യേണ്ടത്, എന്തുകൊണ്ട് ഇത് നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഈ കോഴ്സിലേക്ക് ഈ ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു. നോക്കുക, ഈസ് ഇറ്റ് നെസസറി? ഞാൻ ചോദിക്കുകയാണ്, ഇതൊരു അത്യാവശ്യ കാര്യമാണോ നമ്മളിങ്ങനെ ഡിസാസ്റ്റർ മാനേജ്മെന്റിനെ കുറിച്ച് ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സിൽ പഠിക്കേണ്ടത് അത്യാവശ്യമാണോ? ഷുവർലി, ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് വെരി നെസസറി. കാരണം എന്താ പറയാ, ഡിസാസ്റ്റർ എന്ന് പറയുന്നത് ഒക്കെ ചെയ്യുമ്പോൾ we can see that there will be a lot of people, those who are injured, those who are in dying nature, those who are എന്താ പറയാ, those who have escaped from it. പക്ഷേ ഈ ഇത്തരം ഡിസാസ്റ്റേഴ്സ്, ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അത്തരം ദുരന്തങ്ങളുടെ മുഖത്ത് നിന്ന്, ആ ദുരന്ത മുഖത്ത് നിന്നും രക്ഷപ്പെടുത്തിക്കൊണ്ട്, ചിലപ്പോൾ ഈ ജീവന്റെ ഒരു അംശം മാത്രം ബാക്കി അങ്ങനെ രക്ഷപ്പെടുത്തിക്കൊണ്ടുവന്നവരുണ്ടാകാം. അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഇഞ്ചുറീസ്, ഭയങ്കര അപകടം ആ ഒരു ഫേസ് ചെയ്തപ്പോൾ ഉണ്ടാകുന്ന ഇഞ്ചുറീസുമായിട്ട് വന്ന ആളുകൾ ഉണ്ടാകാം. അല്ല, ഇതുകൊണ്ട് നിന്ന് തലനാരിഴക്കി ഒരു പോറൽ പോലും ഏൽക്കാതെ രക്ഷപ്പെട്ടവരും ഉണ്ടായിരിക്കും. പക്ഷേ there will be shock അല്ലെ, അവര് മനസ്സുകൊണ്ട് അവർ ഭയങ്കര ഷോക്കിങ്ങിലാണ്. എന്താ ഉണ്ടായേ, അത് അപകടമൊന്നും പറ്റിയില്ല, നമ്മുടെ ശരീരത്തിലോ അല്ലെങ്കിൽ നമ്മൾക്ക് വേറെ ഒന്നും സംഭവിച്ചില്ല എങ്കിലും ചിലര് പെട്ടെന്ന് ഇത്തരം കലാമിറ്റീസ് വരുമ്പോ, ഇത്തരം ദുരന്തങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരുമ്പോ അവര് പെട്ടെന്ന് ഷോക്ക്ഡ് ആകും. അപ്പൊ അവരുടെ മെന്റൽ ഡിസ്ട്രാക്ഷൻസ്, ഓൾ ദീസ് ഹാവ് ടു ബി ട്രീറ്റഡ് അല്ലെ. ഇങ്ങനെ രക്ഷപ്പെടുത്തി അല്ലെങ്കിൽ മരിച്ചവരാണെങ്കിലും ഇവരെയൊക്കെ അവിടെ നിന്ന് നീക്കം ചെയ്ത് ഒരു പ്രത്യേക സ്ഥലത്തേക്ക് കൊണ്ടുവരണം. അവർക്ക് എന്താ പറയാ, മരിക്കാൻ അല്ലെങ്കിൽ മരിക്കാതെ രക്ഷപ്പെട്ടവരോടുള്ള അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ ഇവരെയൊക്കെ കൊണ്ടുപോകേണ്ടത് വേറൊരു സ്ഥലത്തേക്കും അല്ലല്ലോ, എവിടേക്കാ കൊണ്ടുവരേണ്ടേ? ഹോസ്പിറ്റൽസിലേക്കാണ്. അതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടി വന്നത്, ഈ പറയുന്ന ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന കോഴ്സിൽ, അതിന്റെ ഈ ഒരു PG കോഴ്സിൽ നമുക്ക് ഡിസാസ്റ്റർ മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കേണ്ടി വന്നത്. ഓക്കെ, we know that there are a lot of disasters. പലതരത്തിലുള്ള ദുരന്തങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, മാൻമെയ്ഡ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ എന്താ പറയാ നാച്ചുറൽ ആയിട്ടുള്ള ഡിസാസ്റ്റേഴ്സ് ഉണ്ട്. നാച്ചുറൽ ഡിസാസ്റ്റേഴ്സിന് എന്തെങ്കിലും എക്സാമ്പിൾസ് പറയാൻ പറ്റുമോ? നാച്ചുറൽ ഡിസാസ്റ്റേഴ്സിന് എന്തെങ്കിലും എക്സാമ്പിൾസ് പറയാൻ പറ്റുമോ? പ്രകൃതി ദുരന്തങ്ങൾ നമ്മൾ ആരും ഫേസ് ചെയ്തിട്ടില്ല? യെസ്, occurrence ഓഫ് ഫയർ, ഫ്ലഡ്, പിന്നെ earthquake അല്ലെ. ഇതൊക്കെ സൈക്ലോണുകൾ ഉണ്ടാവുക, ഇത് കൊടുങ്കാറ്റ്, ചുഴലിക്കാറ്റ്, അതുപോലെ തന്നെ ഫ്ലഡ്, അതുപോലെ earthquake, ഇതെല്ലാം തന്നെ നാച്ചുറൽ കലാമിറ്റീസ് ആണ്, നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ആണ്, പ്രകൃതിയിൽ ഉണ്ടാകുന്നതാണ്. ഓക്കെ, അത്തരം ഡിസാസ്റ്റേഴ്സ് ഉണ്ട്. മാൻമെയ്ഡ് ആയിട്ടുള്ള ഡിസാസ്റ്റേഴ്സ് ഉണ്ട്, അത് വാർഫെയർ ഒക്കെയാണ്. ഈ യുദ്ധത്തില് ബോംബ് എറിയല്, അതുപോലെ അല്ലെ, അങ്ങനെയൊക്കെ ചില ആളുകൾ ഡെലിബറേറ്റ്ലി എന്താ പറയാ, സ്വയം എന്താ പറയാ, ചില വലിയ വലിയ വാഹനങ്ങളെയൊക്കെ അപകടത്തിൽപ്പെടുത്തുക അല്ലെ, അതൊക്കെ മാൻമെയ്ഡ് ആയിട്ടുള്ള ദുരന്തങ്ങളാണ്. പക്ഷെ ഈ ദുരന്തങ്ങളിലൊക്കെ അത്തരം ദുരന്തങ്ങളിൽ രക്ഷപ്പെടുന്നവരും മരിക്കുന്നവരും അല്ലെങ്കിൽ എന്താ പറയാ ഒരുപാട് ഇഞ്ചുറീസ് ഉണ്ടായവരും ഒക്കെ നമുക്ക് രക്ഷപ്പെടുത്തണമെങ്കിൽ ഇതിന് നമ്മൾ എല്ലാവരെയും എവിടേക്ക് കൊണ്ടുവരണം? ഹോസ്പിറ്റൽസിലേക്ക് എത്തിക്കണം. സോ ഡിസാസ്റ്റർ ഈസ് എ സീരിയസ് പ്രോബ്ലം. അതൊരു വളരെ എന്താ പറയാ ഭയങ്കര ഗൗരവമേറിയ ഒരു പ്രശ്നം തന്നെയാണ് ഒരു ഡിസാസ്റ്റർ. കാരണം ആ ഡിസാസ്റ്റർ ഉണ്ടാകുമ്പോൾ ഇറ്റ്സ് നോട്ട് ഫോർ എ ഷോർട്ട് പീരീഡ്. അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത് അത് വളരെ ചുരുങ്ങിയ സമയത്തേക്ക് വേണ്ടി മാത്രം നിലനിൽക്കുന്നതല്ല. അതിന്റെ പ്രത്യാഘാതങ്ങൾ കുറച്ച് ലോങ് പീരീഡിലേക്കും എന്ത് ചെയ്യും? അതിങ്ങനെ സ്പ്രെഡ് ചെയ്യും ലോങ് പീരീഡിലേക്ക്. ഇപ്പൊ ഫ്ലഡ്, നമ്മൾ എന്ന് പറയുന്ന ഞങ്ങള് എന്താ പറയാ വളരെയധികം ഈ ഒരു ഫ്ലഡ് എന്ന് പറയുന്ന ആ ഒരു ഡിസാസ്റ്ററിനെ ഫേസ് ചെയ്തവരാണ്. സോ വി നോ, വി ആർ എക്സ്പീരിയൻസ്ഡ്. ഞങ്ങൾ അതിൽ എക്സ്പീരിയൻസ്ഡ് ആണ്. അങ്ങനെ ഒരു ഫ്ലഡിനെ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വന്നു. ഇത്രയും വെള്ളത്തിനകത്ത് നീന്തി രക്ഷപ്പെട്ട് എവിടെയെങ്കിലും ഒക്കെ കരപറ്റിയ ആൾക്കാരാണ്. കാരണം വെള്ളം നമ്മുടെ വീടൊക്കെ ഇങ്ങനെ മുങ്ങിയിട്ട് പകുതി മുക്കാലും മുങ്ങിപ്പോയി കഴിഞ്ഞപ്പോ നമുക്ക് ഇട്ടിരുന്ന ആ ഡ്രസ്സ് വെച്ച് മാത്രം, കാരണം അത്രയും വെള്ളം പോകുന്നത് അപ്രതീക്ഷിതമായിട്ടുണ്ടായതാണ്. അതായത് നമ്മൾ വെള്ളപ്പൊക്കം ഉണ്ടാകുമെന്നുള്ള എന്തെങ്കിലും തരത്തിലുള്ള നേരത്തെയുള്ള വാർണിങ്സോ മറ്റൊന്നും കിട്ടാതെ വന്നതുകൊണ്ട് ഒരുപാട് പേർക്ക്, പക്ഷെ ആളപായങ്ങൾ അധികമൊന്നും ഉണ്ടായിരുന്നില്ല. ഒത്തിരി അധികം സ്ഥലങ്ങളിൽ ആളുകൾക്ക് മരണങ്ങളൊന്നും സംഭവിച്ചില്ല.
പക്ഷെ they have faced it very badly. വളരെ മോശമായ രീതിയിൽ അതിനെ ഫേസ് ചെയ്യേണ്ടി വന്നു. നമ്മുടെ കയ്യിൽ തൂങ്ങിക്കിടക്കുന്ന കൊച്ചുകുട്ടികളൊക്കെ ആകുമ്പോൾ നിലത്ത് കാലം മുട്ടില്ല, കാരണം പൊക്കില്ല. നിങ്ങള് കുട്ടികളൊക്കെ ഇങ്ങനെ കയ്യിൽ തൂക്കിയോ ഷോൾഡറിൽ വെച്ചോ ഒക്കെ ഏറ്റി എന്ത് ചെയ്തു, അടുത്തുള്ള ബഹുനില കെട്ടിടങ്ങളായിട്ടുള്ള സ്കൂളുകളിലേക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വന്നു, നമുക്ക് ചേക്കേറേണ്ടി വന്നു എന്നുള്ളതാണ്. ഓക്കെ, അതിനെ നമ്മൾ ഭയങ്കര ഭീതിയോടെ ഭയത്തോടെ നോക്കി കണ്ട നമ്മുടെ മുന്നിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വന്ന ഒരു ഡിസാസ്റ്റർ ആണ്. അപ്പൊ അതുപോലെ അപ്പൊ ആ ഡിസാസ്റ്റർ കഴിഞ്ഞതിന് ശേഷവും കുറച്ച് നാളുകളിലേക്ക്, കുറച്ച് 1-2 മാസങ്ങളില് 2-3 മാസങ്ങളില് നമുക്കതിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് നമ്മൾ അതിൽ നിന്നൊക്കെ റിഗെയിൻ ചെയ്യാൻ, ആ ലോസസിനെയൊക്കെ നമുക്ക് തിരിച്ചു പിടിക്കാൻ ഒരുപാട് സമയമെടുത്തു. കാരണം അതിനുശേഷം ഉണ്ടായ പലതരത്തിലുള്ള രോഗങ്ങൾ, ആ ഡിസാസ്റ്റർ ഫ്ലഡ് ഉണ്ടായി കിടന്നപ്പോ ഈ രോഗങ്ങളൊന്നും ഉണ്ടായില്ല. പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷം എന്താ പറയാ, നമ്മളിങ്ങനെ നമ്മുടെ വീടുകളൊക്കെ ക്ലീൻ ചെയ്തു, ഒഴുക്കും അല്ലെങ്കിൽ ഒരുപാട് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ നമ്മുടെ വീടിന്റെ കമ്പൗണ്ടിലേക്ക്, വീടിനകത്തേക്കൊക്കെ കയറി അതൊക്കെ ക്ലീൻ ചെയ്തും അതൊക്കെ വേസ്റ്റ് ഒക്കെ എവിടെയെങ്കിലും ഒക്കെ എല്ലാവരും കൂടി നിക്ഷേപിച്ചപ്പോ ഒരുപാട് വേസ്റ്റ് ആയി. അതെല്ലാം കുമിഞ്ഞു കൂടി അതിൽ നിന്നുണ്ടാകുന്ന എന്താ പറയാ പല രോഗങ്ങളും, സ്പ്രെഡ് ചെയ്യാവുന്ന പല രോഗങ്ങളും ആളുകൾ ഫേസ് ചെയ്തു. പിന്നെ സ്കേഴ്സിറ്റി ഓഫ് ഫുഡ് ഐറ്റംസ്, അതായത് ഭക്ഷണ സാധനങ്ങൾക്ക് നമുക്ക് എന്താ പറയാ കുറവ് വന്നു. മര്യാദയ്ക്ക് ഫുഡ് ഐറ്റംസ് ഒന്നും കിട്ടുന്നില്ല, കടകൾ തുറക്കുന്നില്ല, ബിസിനസ്സുകാരുടെ ബിസിനസ് ഒക്കെ ഡള്ളായി കൊണ്ടോ. അതൊക്കെ ഒരു ലോങ് പീരീഡിലേക്ക് അതിന്റെ ആഫ്റ്റർ ഇഫക്റ്റുകൾ വളരെയധികം പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും എന്നുള്ളതാണ് ഡിസാസ്റ്ററിന്റെ ഒരു പ്രത്യേകത. സോ ഡിസാസ്റ്റർ എന്ന് പറയുന്നത് അത്ര നിസ്സാരമായ കാര്യമല്ല, അതൊരു വലിയ വലിയ ഒരു സീരിയസ് പ്രോബ്ലം തന്നെയാണ്. വിച്ച് മേക്ക് ലോസസ്, അതുകൊണ്ടുണ്ടാകുന്ന നഷ്ടം സഫർ ചെയ്യേണ്ടത് എവിടേക്കാണ്? ഹ്യൂമൻ ലോസസ്, മനുഷ്യന്മാർക്ക് നഷ്ടം സംഭവിക്കും. ദാറ്റ് മീൻസ് ഫ്ലഡൊക്കെയോ അല്ലെങ്കിൽ ഇതുപോലുള്ള എർത്ത് ഒക്കെ ഭൂമികൂലൊക്കെ ഒക്കെ വരുമ്പോ എന്താ പറയാ, ചില കെട്ടിടങ്ങളൊക്കെ അത്രയും സ്ട്രോങ് അല്ലെങ്കിൽ അതൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴും. രാത്രിയിലൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ അതിന്റെ ഉള്ളിൽ കിടന്നുറങ്ങുന്ന ആളുകൾക്ക് കുലുങ്ങുന്നൊന്നും നമുക്ക് നേരത്തെ കൂടി ഗണിച്ചു നോക്കി കണ്ടുപിടിക്കാൻ പറ്റില്ലല്ലോ. അത് ഉണ്ടായി കഴിയുമ്പോ അതിനകത്ത് വിട്ട് മരിച്ചവർ ഇഷ്ടംപോലെ, അങ്ങനത്തെ ഇഷ്ടംപോലെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. ഗുജറാത്തിലെ ഭൂജ് എന്ന് പറയുന്ന സ്ഥലത്തെ ഭൂകമ്പം അല്ലെ, അപ്പൊ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതിനെ കുറിച്ചിട്ടുള്ള ക്ലിപ്പിംഗ്സ്, അതായത് ഫോട്ടോസോ വീഡിയോസോ ഒക്കെ നമ്മൾ ന്യൂസിലൂടെയൊക്കെ കണ്ടതാണ്. അപ്പൊ അതിനകത്ത് പെട്ടുപോയവര് കണ്ടോ. അപ്പൊ അങ്ങനെയൊക്കെ ഡിസാസ്റ്റർ ഒക്കെ ചെയ്യുന്ന സമയത്ത് അത് ഹ്യൂമൻ ലോസസ് ഉണ്ടാക്കുന്നു. ഇക്കണോമിക്കൽ ലോസസ് എന്താ? സാമ്പത്തിക നഷ്ടമാണ്. സാമ്പത്തിക നഷ്ടം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ഇക്കോണമിയുടെ ഒരുപാട് അസറ്റുകളുണ്ട്. ഒരു ഇക്കോണമിയുടെ ഓരോ ബിൽഡിങ്ങുകൾ അവരുടെ അസറ്റാണ്. ഒരു രാജ്യത്തെ സംബന്ധിച്ച് അവിടെ ഉണ്ടാക്കപ്പെടുന്ന ബിൽഡ് ചെയ്യപ്പെടുന്ന ബിൽഡിങ്സും അതുപോലെ തന്നെ അവിടുത്തെ ഒരുപാട് മെഷീനറീസും ഇതൊക്കെ അതിന്റെ അസറ്റുകളാണ്. ഇതൊക്കെ നാശനഷ്ടം സംഭവിക്കും. അപ്പൊ ഇക്കോണമിക്ക് ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ എൻവയോൺമെന്റൽ ലോസ്, നമ്മുടെ എൻവയോൺമെന്റിന്, നമ്മുടെ അന്തരീക്ഷത്തിന്, അതുപോലെ തന്നെ നമ്മുടെ പ്രകൃതിക്കും പലതരത്തിലുള്ള നാശനഷ്ടങ്ങൾ സംഭവിക്കുന്നുണ്ട്. അപ്പൊ ഡിസാസ്റ്റർ എന്ന് പറയുന്നത് ഫേസ് ചെയ്യേണ്ടി വരുന്നത് ലോങ് പീരീഡിലേക്ക് മാത്രമാണെന്നുള്ളതല്ല. ഇതുകൊണ്ട് പല നഷ്ടങ്ങൾ, ഹ്യൂമൻ ലോസ്, എൻവയോൺമെന്റൽ ലോസ് ആൻഡ് ഓൾസോ ഇക്കണോമിക്കൽ ലോസുമാണ് ഉണ്ടാകുന്നത്. ആൻഡ് ഇറ്റ് ഓൾസോ അഫക്ട്സ് എ ഗ്രൂപ്പ് ഓഫ് എ കമ്മ്യൂണിറ്റി ഓർ എ സൊസൈറ്റി. ഒരു സൊസൈറ്റിയെ മുഴുവൻ, ഒരു കമ്മ്യൂണിറ്റിയെ മുഴുവൻ എന്ത് ചെയ്യുന്നു, അത് വളരെ അഡ്വേഴ്സ് ആയിട്ട് എഫക്ട് ചെയ്യുകയും ചെയ്യും അല്ലെ. ആൻഡ് നമുക്ക് ഒരുപാട് വിഭവങ്ങൾ ഇല്ലാതെയാകും. ഞങ്ങളൊക്കെ അന്ന് തന്നെ പറയുകയാണ്, വീണ്ടും നമ്മുടെ ഫ്ലഡ് ഒക്കെ അനുഭവിച്ചത് കൊണ്ടാണ്. അതുപോലെ പല ആളുകളും പല രീതിയിലുള്ള എന്താ പറയാ ഇതുപോലുള്ള ഡിസാസ്റ്ററിനെ ഫേസ് ചെയ്തവര് നിങ്ങളിലും ചിലപ്പോ ആരെങ്കിലും ഒക്കെ ഉണ്ടായിരിക്കും. നമുക്ക് നമ്മുടെ അനുഭവമാണ് പങ്കുവയ്ക്കാൻ പറ്റുക. ഫ്ലഡ് ഉണ്ടായി കഴിഞ്ഞപ്പോ 2-3 ദിവസം നമ്മൾ ഏതെങ്കിലും ഹോസ്പിറ്റൽസിന്റെ മുകളിലത്തെ നിലയിലൊക്കെ നമ്മൾ എന്ത് ചെയ്തു, കുറച്ച് ദിവസം താമസിച്ചു, അല്ലെങ്കിൽ 2-3 ദിവസം താമസിച്ചു. അല്ലെങ്കിൽ സ്കൂളുകളിൽ 3000 ആളുകള്, മനുഷ്യന്മാര്, അതായത് കൊച്ചുകുട്ടികളും അതുപോലെ തന്നെ കിടപ്പ് രോഗികള്, വയസ്സായവര്, വയ്യാത്ത കുട്ടികള്, ഇവറ്റകളെയൊക്കെ കൊണ്ട് 3rd, 2nd ഫ്ലോറിലൊക്കെ വന്ന് താമസിച്ചു. അപ്പൊ എങ്ങനെയാ, നമ്മൾ വളരെ വിശാലമായ കുറെ മുറികളൊക്കെ ഉള്ള വീടുകളിൽ നിന്ന് അല്ലെ, ഒരു കട്ടില് നമുക്ക് സ്വന്തമായിട്ട് കിടക്കാനൊക്കെ ഉള്ള സ്ഥലത്ത് നിന്ന് ഈ പറയുന്ന സ്കൂളുകളിലേക്ക് ഒരു മുറിയിൽ, ഒരു ക്ലാസ് റൂം എന്ന് പറയുന്നത് എത്രത്തോളം ഒരു വലിപ്പമുണ്ടെന്ന് നമുക്കറിയാം. അതിനകത്ത് ഒത്തിരി ആളുകള് തിങ്ങി ഒരു ഡെസ്കില് എന്താ പറയാ 2 പേരൊക്കെ കിടക്കുന്ന ഒരവസ്ഥ. ഫുഡ് 3 നേരം 4 നേരം നമ്മൾ കഴിച്ചിരുന്നത് ഒരു നേരമെങ്കിലും ഇച്ചിരിയെങ്കിലും എന്തെങ്കിലും കഴിക്കാൻ തോന്നില്ല. വേറെ കാര്യം, കിട്ടാൻ നമുക്ക് കിട്ടിയില്ലെങ്കിലും കൊച്ചുകുട്ടികൾക്കെങ്കിലും വാങ്ങിച്ചു കൊടുക്കുന്നത് നമ്മൾ ആഗ്രഹിച്ചത് പോലും കിട്ടാതിരുന്ന അവസ്ഥ.
ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, ഈ ഒരുപാട് റിസോഴ്സസിന്റെ അഭാവം ഒക്കെ നമുക്ക് ഈ ഡിസാസ്റ്ററിൽ ഫേസ് ചെയ്യേണ്ടി വരും. ഓക്കെ, സോ അപ്പൊ ഡിസാസ്റ്റർ ഷുഡ് ബി വെരിഫൈഡ് ആൻഡ് ഓൾസോ മാനേജ്ഡ് ബൈ ദ ഹോസ്പിറ്റൽസ് ബൈ പ്രൊവൈഡിങ് ട്രീറ്റ്മെന്റ്. അങ്ങനെ വരുന്ന ഡിസാസ്റ്ററിൽ ഇത്തരം ആഫ്റ്റർ എഫക്റ്റുകളൊക്കെ ഉണ്ടാകുമ്പോൾ ഇതിന്റെ ഒരു ഭൂരിഭാഗവും കാര്യങ്ങൾ മാനേജ് ചെയ്യേണ്ടത് ഹോസ്പിറ്റൽസ് ആണ്. അതുകൊണ്ടാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറയുന്ന കാര്യം നമ്മൾ ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന കോഴ്സിലേക്ക് പഠിക്കേണ്ടി വന്നത്. മനസ്സിലായോ? ആ ഫസ്റ്റ് പാരഗ്രാഫ് ക്ലിയർ ആയോ എല്ലാവർക്കും? ഫസ്റ്റ് പാരഗ്രാഫ് ആണ് ഞാൻ ഇത്രയും നേരം കൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. സോ യു ഹാവ് ടു അണ്ടർലൈൻ ദ ഫസ്റ്റ് സെന്റൻസ്. അതൊരു വലിയ സെന്റൻസ് ആണ് എങ്കിലും ആ ഒരു സെന്റൻസ് നമുക്ക് മുഴുവനായിട്ട് അണ്ടർലൈൻ ചെയ്തിടാം. ഓക്കെ, യെസ്, അക്കോർഡിംഗ് ടു WHO, കേട്ടിട്ടുണ്ടായിരിക്കും ഒരുപാട് പ്രാവശ്യം നിങ്ങൾ WHO-നെ കുറിച്ചിട്ടൊക്കെ. കാരണം നമ്മൾ ഡിപ്ലോമയിലൊക്കെ എപ്പോഴും കേട്ട കാര്യമാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. അക്കോർഡിംഗ് ടു വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, ഡിസാസ്റ്റർ ഒക്കറൻസ് എന്ന് പറയുന്നത് ഇറ്റ് കോസസ് ഡാമേജസ്. ഈ ഡിസാസ്റ്റർ ഉണ്ടാക്കുന്ന വലിയ അപകടങ്ങൾ, നഷ്ടങ്ങൾ, ഇക്കണോമിക്, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യത്തിന്റെ ഇക്കണോമിക്കലായിട്ടുള്ള ഡിസ്റപ്ഷൻസ് എന്ന് വെച്ചാൽ അവിടെ വലിയ സാമ്പത്തിക നഷ്ടങ്ങൾ നമുക്ക് ഉണ്ടാക്കുന്നു. കാരണം ഡയറക്റ്റ് ആയിട്ടല്ല, നോക്ക് നിങ്ങൾ സാമ്പത്തിക നഷ്ടം എങ്ങനെ വരുന്നു? ഫ്ലഡ് ഉണ്ടായി, എന്ത് സാമ്പത്തിക നഷ്ടം ഉണ്ടായത്? വെള്ളം കയറി ആൾക്കാരെയൊക്കെ കുറെ മുക്കി പേടിപ്പിച്ചു, ആൾക്കാരെയൊക്കെ പേടിപ്പിച്ചു ഓടിപ്പിച്ചു. വെള്ളം അത് കഴിഞ്ഞ് കുറെ കഴിയുമ്പോ 2-3 ദിവസം അങ്ങനെ തങ്ങി നിന്നിട്ട് ഇതിങ്ങനെയാണ് നമ്മളിങ്ങനെ ഓരോ വാട്ടർ ലെവലിൽ ഇങ്ങനെ നോക്കിക്കൊണ്ട് സ്കൂളുകളിൽ നമ്മൾ മൈഗ്രേറ്റ് ചെയ്ത് അവിടെ ഇങ്ങനെ അഭയം തേടി അവിടെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഒരു അടയാളം, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഒരു അടയാളം വെക്കും. നമ്മൾ താമസിച്ചിരുന്ന സ്കൂളിന്റെ എന്താ പറയുക ഒരു സ്റ്റേജ് ഉണ്ട്, നമ്മൾ മുകളിൽ നിന്ന് അത് കാണാം സ്റ്റേജ്. ആ സ്റ്റേജിന്റെ ബാക്കിൽ ഇതുപോലെയുള്ള എന്താ പറയാ ചുമരുണ്ടല്ലോ, ആ ചുമരിൽ ഒരു നൃത്തം ചെയ്യുന്ന ഏതോ എന്താ ഭരതനാട്യോ മോഹിനിയാട്ടോ അതിന്റെയൊക്കെ 2-3 ആ ഒരു ഡാൻസ് ഫോംസിന്റെ ചിത്രങ്ങള് പോർട്രേ ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഒരു ചിത്രങ്ങളുള്ള ഒരു എന്താ പറയാ ചുമരായിരുന്നു. അപ്പൊ ആ ചുമരില് നമുക്ക് നമ്മൾ അടയാളം വെച്ചിട്ടുണ്ട്. ആ ഒരു നിൽക്കുന്ന ആ 3 പടങ്ങളുടെ ഏകദേശം കഴുത്തിന്റെ അവിടെ ഒരു വെള്ളം. അപ്പൊ അങ്ങനെ 3 ദിവസം നിന്നു എന്നുള്ളതാണ്. 1 സെന്റിമീറ്ററോ 1 ഇഞ്ചോ താഴേക്ക് ഇറങ്ങുമ്പോൾ നമുക്കൊരു റിലാക്സ് ഫീൽ ചെയ്യുന്നേനെ, അല്ലെ? കുറഞ്ഞു വെള്ളം, അല്ലെ ഇനി കുറഞ്ഞോളും എന്നുള്ള ഒരു ആശ്വാസം കിട്ടിയത്. പക്ഷെ 2-3 ദിവസം അങ്ങനെ സ്റ്റില്ലായിട്ട് ഒരു സെന്റിമീറ്റർ പോയിട്ട് 1 മില്ലിമീറ്റർ പോലും അത് താഴേക്ക് പോയില്ല. 3 ദിവസം കഴിഞ്ഞപ്പോഴാണ് എന്ത് ചെയ്യുന്നത്, കടൽ വെള്ളം എടുക്കാത്ത അങ്ങനത്തെ എന്തോ സിറ്റുവേഷൻ ഒക്കെ ആയിരുന്നു എന്ന് പറയണേ. അതുകൊണ്ട് പിന്നീടാണ് അത് മാറിക്കഴിഞ്ഞപ്പോഴാണ് കടലിലേക്ക് വെള്ളം ഒഴുകിപ്പോയതും ആ വെള്ളം അങ്ങനെ താന്നുപോയതും. ഓക്കെ, പക്ഷെ എങ്കിലും അതിനുശേഷം നമ്മുടെ വീടുകളിൽ വന്നു ക്ലീനിങ് മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് വേണ്ടാത്തതൊക്കെ എടുത്ത് ദൂരെ കളയുക, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളായിട്ട് വന്നപ്പോ ഭക്ഷണം വെച്ചുണ്ടാക്കാൻ എല്ലായിടത്തും വേണ്ടേ? കാരണം എന്താ, നമുക്ക് ചുറ്റുമുള്ള എല്ലാ പ്രദേശത്തും വെള്ളമായിരുന്നു. കടകൾ ഓപ്പൺ ആകുന്നില്ല. അവിടെയും ഉണ്ടായിരുന്ന സാധനങ്ങളെല്ലാം നനഞ്ഞ് ചീഞ്ഞ് കുതിർന്ന്, അല്ലെ? അരിയൊക്കെ ആണെങ്കിലും വെള്ളത്തിൽ കിടന്നു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത കാര്യമാണ്. അരിയൊക്കെ വീടുകളിലൊക്കെ ഉണ്ടായിരുന്നവർക്ക് പോലും അത് എടുക്കാൻ പറ്റുന്ന അവസ്ഥയിലായിരുന്നില്ല. കാരണം അതൊക്കെ എന്താ പറയാ പൊങ്ങി ചോറല്ല വേറെ എന്തെങ്കിലും സാധനമൊക്കെ ആയിട്ട് മാറി, അല്ലെ? അപ്പൊ അങ്ങനത്തെ ഒരുപാട് അതൊക്കെ ശരിക്കും പറഞ്ഞ ഒരു ഇക്കോണമിയുടെ നാശനഷ്ടങ്ങളാണ്. ഇക്കോണമിയെ സംബന്ധിച്ച് സാമ്പത്തികമായിട്ടുള്ള നഷ്ടങ്ങളാണ് ഇതൊക്കെ. അപ്പൊ ഇക്കണോമിക് ലോസസ് ഉണ്ടാകുന്നു, ഹ്യൂമൻ ലൈഫ് നഷ്ടപ്പെടുന്നു, മരണങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇല്ല എന്നല്ല, ഒത്തിരി അധികം മരിച്ചില്ല എങ്കിലും, ഇത്രയും വലിയ വെള്ളപ്പൊക്കം വന്നിട്ട് ഒത്തിരി അധികം പേരും മരിച്ചില്ല എങ്കിലും എനിക്ക് വീണ്ടും എക്സ്പീരിയൻസ് ഉള്ള, എനിക്ക് ഡയറക്റ്റ് ആയിട്ട് പറയാൻ പറ്റുന്ന മറ്റൊരു കാര്യം കൂടി അവിടെയുണ്ട്. വലിയ നഷ്ടം സംഭവിച്ചത് എന്റെ സ്വന്തം നാട്, നമ്മളുടെ ഹസ്ബൻഡ് നമ്മളുടെ നാടാണ്, നമ്മളിപ്പോ താമസിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് എന്റെ സ്വന്തം നാടായ നമ്മളുടെ എന്താ പറയാ ഈ പ്രദേശം എന്ന് പറയുന്നത് എറണാകുളം ഡിസ്ട്രിക്ട് തന്നെയാണ്. പക്ഷെ കുറച്ചും കൊണ്ട് നീങ്ങിയിട്ടാണ്. എറണാകുളം ഡിസ്ട്രിക്റ്റിൽ നിങ്ങൾ പറഞ്ഞാൽ ചിലപ്പോൾ ഒന്നും അറിയില്ല, നമ്മുടെ നെടുമ്പാശ്ശേരി വിമാനത്താവളം എന്നൊക്കെ പറയേണ്ടി വരും അടുത്ത സ്ഥലം പറയാനാണെങ്കിൽ. അതിന്റെയൊക്കെ അടുത്ത ഭാഗത്തായിട്ടുള്ള മാഞ്ഞാലി എന്നോ അങ്ങനെയൊക്കെ പറഞ്ഞാലേ ചിലപ്പോൾ അറിയുമെന്നറിയില്ല. ആ സ്ഥലത്താണ് എന്റെ വീട്. അവിടെ എന്താ പറയാ ഞങ്ങളുടെ പള്ളിക്ക് മേടയുണ്ടായിരിക്കും. അച്ഛന്മാരും മറ്റു കാര്യങ്ങളും അവർക്ക് ആരെങ്കിലും ഒക്കെ വരുമ്പോൾ താമസിക്കുന്ന ഒരു ഇടം. കുറച്ച് ഓൾഡ് ആണ്, പഴയതാണ്. ഞങ്ങളൊക്കെ ചെറുതായിരിക്കുമ്പോ കാറ്റഗിസം ഒക്കെ പഠിച്ചിരുന്ന ഒരു സ്ഥലം. മരത്തിന്റെ സ്റ്റെപ്പൊക്കെ ഉള്ളത് കണ്ടിട്ടുണ്ടോ? മരത്തിന്റെ സ്റ്റെപ്പുള്ള പൊക്കത്തിലേക്ക് കയറി പോകാനുള്ള മരത്തിന്റെ സ്റ്റെപ്പൊക്കെ, അങ്ങനെ അത്രയും പഴക്കമുള്ള ഒരു ബിൽഡിംഗ് ആയിരുന്നു. അപ്പൊ ഈ ബിൽഡിംഗ് നിങ്ങൾ കേൾക്കണ്ട പറയുന്നത്. ആദ്യത്തെ ദിവസം ഒന്ന് ഇത് മുഴുവൻ അടിച്ചേൽപ്പിക്കാതെ ഞാൻ കുറച്ച് നമുക്ക് അനുഭവമുള്ള കാര്യങ്ങളല്ലേ പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഇങ്ങനെ മരത്തിന്റെ ഈ സ്റ്റെപ്പൊക്കെ ഉള്ള ഒരു 2 നിലയുള്ള ഒരു ബിൽഡിംഗ് ആണ്. അത് അച്ഛന്മാരുടെ മേട എന്നാണ് പറയുക, അതിനെ പറയുന്ന പേര് അതാണ്. അപ്പൊ അത് ഇച്ചിരി ഓൾഡ് ആയിരുന്നു.
അപ്പൊ ഇതിന്റെ അകത്ത് എന്താ പറയാ, ഈ വെള്ളപ്പൊക്കം പൊങ്ങി കിടന്നു കഴിഞ്ഞപ്പോ താഴത്തെ നിലയൊക്കെ മുങ്ങിയതുകൊണ്ട് മുകളിലത്തെ നിലയിലേക്ക് ഒത്തിരി ആളുകൾ കയറി, ആ മരത്തിന്റെ സ്റ്റെപ്പൊക്കെ ചവിട്ടി കയറി. ഒരുപാട് പേര് അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ വെള്ളം വീണ്ടും പൊങ്ങി വന്നപ്പോ ഈ സെക്കൻഡ് ഫ്ലോറിലേക്കും അതിങ്ങനെ കയറാൻ തുടങ്ങി കഴിഞ്ഞപ്പോ കുറച്ച് ആളുകളെയൊക്കെ അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു, നീക്കം ചെയ്യണം. പക്ഷെ നമുക്കിവിടെ സ്റ്റെപ്പ് ഒന്നും കാണില്ല, പിന്നെ വെള്ളത്തിൽ മുങ്ങിപ്പോയല്ലോ, അപ്പൊ അതിൽ കൂടി ഒന്നും വരാൻ പറ്റുന്നില്ല. അപ്പൊ എന്ത് ചെയ്തു, ഇങ്ങനെ എന്താ പറയാ, കുറച്ചുപേരൊക്കെ അതിലൂടെ ഇറങ്ങി. പക്ഷെ ആ ഭാഗത്ത് കുറച്ച് ഓൾഡ് ആയതുകൊണ്ട് ഭാഗത്തുനിന്ന് കുറച്ച് എന്തൊക്കെയോ ഇടിയുന്നൊക്കെ പോലെ തന്നെ സൗണ്ടും മറ്റു കാര്യങ്ങളൊക്കെ കേട്ടിരുന്നു ആൾക്കാര്. അതുകൊണ്ട് അതത്ര സേഫ് ആയിട്ടുള്ള വേ അല്ല താഴേക്ക് ഇറങ്ങാനായിട്ട്, വെള്ളത്തിലേക്ക് വഞ്ചിയിലേക്കോ അല്ലെങ്കിൽ ബോട്ടിലേക്കോ കൊണ്ടുവന്നിട്ട് കയറ്റി പോകാനായിട്ട് ഇവർക്ക് അത്ര സേഫ് അല്ലാന്ന് തോന്നിയതുകൊണ്ട് ഇവരിങ്ങനെ സാരികളെല്ലാം ഒക്കെ ആളുകളുടെ കയ്യിൽ നിന്ന് മുണ്ടോ സാരിയൊക്കെ കൂട്ടിച്ചേർത്ത് ടൈ ചെയ്തിട്ട് താഴേക്ക് ഓരോരുത്തരെയായിട്ട് ഇങ്ങനെ കെട്ടിയിറക്കുക. ആലോചിച്ച് നോക്കാം, നമ്മൾ ഇത്ര വലിയ സാഹസിക പ്രവർത്തനങ്ങളൊന്നും ചെയ്യാത്ത ആൾക്കാരാണ്. ഒരു ഇച്ചിരി പൊക്കത്തിൽ കയറാൻ പറഞ്ഞാൽ നമ്മൾ കയറില്ല. ഒരു ഇച്ചിരി പൊക്കത്തിൽ നിന്ന് പതുക്കെ ചാടിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ ചാടില്ല. പേടിയാണ്, പിടിച്ചോളാൻ താഴെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അത്ര വിശ്വാസമില്ല. ചാടാത്ത ആൾക്കാര്, ഇതുപോലെ തൂങ്ങി കയറാത്ത ആൾക്കാര് ഇതുപോലെ ഇങ്ങനെ ഇറക്കാൻ തുടങ്ങി. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി കുറച്ചു നേരം അങ്ങനെ ചെയ്ത് കുറച്ചു പേരെയൊക്കെ അങ്ങനെ കടത്തി രക്ഷപ്പെടുത്തി കഴിഞ്ഞപ്പോ പെട്ടെന്ന് ഈ സാധനം മൊത്തത്തോടെ ഇടിഞ്ഞു. അങ്ങനെ അതിനകത്ത് അടിയില് ഈ രക്ഷപ്പെടുത്താൻ വേണ്ടി പ്രവർത്തിച്ചിരുന്ന കുറച്ച് ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്ന കുറച്ച് ആണുങ്ങളാണ്, ജെൻസ് ആയിട്ടുള്ള ആണുങ്ങളാണ് അവിടെ ഇതിനകത്ത് അടിയിൽ കുറച്ച് പേരുണ്ട്. അങ്ങനെ ഞങ്ങൾക്ക് ഏറ്റവും ആ ഒരു ഫ്ലഡിൽ ഏറ്റവും കൂടുതൽ ഒരു സങ്കടകരമായിട്ടുള്ള ഒരു സംഭവം, ഇൻസിഡന്റ് ഉണ്ടായത് ആ ഒരു പ്രദേശത്ത് മാത്രമായിട്ടാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഒരു 8 പേര് ആ ഒരു എന്താ പറയാ ബിൽഡിങ് ഇടിഞ്ഞു വീണ് മരിച്ച് ആ ഒരു ഫ്ലഡില്, 2018 ഫ്ലഡില്. ഇപ്പൊ നമുക്കത് ഓർക്കുമ്പോ വളരെ എനർജറ്റിക് ആയിട്ട് വളരെ ആളുകൾക്ക് വേണ്ടി എന്താ പറയാ, ഒരു നമ്മുടെ എന്താ പറയാ യൂത്ത് എന്ന് പറയുന്നത്, ഒരു നാടിന്റെ യൂത്ത് എന്ന് പറയുന്നത് വലിയ അസറ്റ് തന്നെയാണ്. കാരണം അവര് ഏത് പ്രവർത്തനങ്ങളിലും ചാടിക്കേറി എന്ത് ജോലിയും ചെയ്യാൻ തയ്യാറായിട്ടുള്ളവരാണ്. അങ്ങനെയുള്ള ഒരു 5-8 പേര് ഒരുമിച്ച് ഒറ്റയടിക്ക് പോകുക എന്ന് പറഞ്ഞാൽ അത് ആ നാടിനെ സംബന്ധിച്ച് വലിയ നഷ്ടം തന്നെയാണ്. ഓക്കെ, അപ്പൊ ഹ്യൂമൻ ലൈഫ് എന്ന് പറയുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാലഘട്ടമാണ് യൂത്ത്. അങ്ങനെയുള്ള ആളുകൾ നാട്ടിലൊക്കെ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, വലിയ സമ്പത്ത് തന്നെയാണ്. ഹ്യൂമൻ ലോസസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോ ഈ ഫ്ലഡ് കൊണ്ട് ഇത്രയും വലിയ നഷ്ടങ്ങൾ, പിന്നെ മാത്രമല്ല ഡിറ്റീരിയറേഷൻ ഓഫ് ഹെൽത്ത് ആണ്. എന്താന്ന് വെച്ചാൽ എന്താ, ആരോഗ്യ പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ വയ്യായ്മകള്, രോഗങ്ങള്. ഈ ഫ്ലഡൊക്കെ വന്നു കഴിഞ്ഞാൽ വേസ്റ്റ് മറ്റു കാര്യങ്ങളൊക്കെ അവിടേക്കൊക്കെ കൂടിക്കിടന്നാൽ അത് കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങളിൽ ബാക്ടീരിയാസ് ഫോം ചെയ്യും, ഇനി മൾട്ടിപ്ലൈ ചെയ്യും, അതൊക്കെ പെരുകും, പല രോഗങ്ങൾ സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങും. അത് പിന്നെ ഹെൽത്ത് സർവീസസ് ഒരുപാട് ആവശ്യം വരും അല്ലെ. ആവശ്യത്തിന് ഹെൽത്ത് സേവനങ്ങൾ എന്ന് വെച്ചാൽ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഇവരെയൊക്കെ കെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹെൽത്ത് കെയർ യൂണിറ്റുകൾ, ഹോസ്പിറ്റൽസ്, ഇതൊക്കെ വേണ്ടി വരും അല്ലെ. അപ്പൊ ഇവർക്ക് ഇത്തരം ഈ ഡിസാസ്റ്റർ അഫക്ട് ചെയ്യുന്ന ഏരിയയിൽ ദേ നീഡ് സം ഹെൽപ്പ് ഓർ റെസ്പോൺസ്. അവർക്ക് വേണ്ട ചില സഹായമൊക്കെ മറ്റ് സ്ഥലങ്ങളിൽ നിന്നൊക്കെ വേണ്ടി വരും. അതൊക്കെ വളരെയധികം വർദ്ധിക്കും. അല്ലാതെ തന്നെ നമ്മൾ പല കാര്യങ്ങൾക്കും ഇപ്പൊ മറ്റു രാജ്യങ്ങളെയും മറ്റു നാടുകളെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, അരിക്ക് പച്ചക്കറിക്കൊക്കെ വേണ്ടി. പക്ഷേ ഇത്തരം ഫ്ലഡ് കൂടി വന്നാൽ എന്ത് ചെയ്യും, നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, എല്ലാത്തിനും മറ്റുള്ളവരെ ആശ്രയിക്കേണ്ട ഒരു അവസ്ഥ വരും. സോ അതൊരു നേഷനെ സംബന്ധിച്ചിടത്തോളം, ഒരു ഇക്കോണമിയെ സംബന്ധിച്ചിടത്തോളം അത്ര നല്ലതല്ല. സെൽഫ് സസ്റ്റെയിൻഡ് ആയിരിക്കണം നമ്മൾ എല്ലാത്തിനും. നമ്മളുടെ കാര്യങ്ങളെയൊക്കെ നമ്മളിപ്പോ കേരളത്തിന്റെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റാൻ കേരളത്തിൽ തന്നെ അതിന്റെ റിസോഴ്സസ് അവൈലബിൾ ആയിരിക്കണം. ഇഫ് യു ഡിപെൻഡ് അപ്പോൺ അതേഴ്സ് ഓർ അതർ കൺട്രീസ് ഓർ അതർ സ്റ്റേറ്റ്സ്, നമ്മളുടെ എന്താ പറയാ ഫുഡിന് വേണ്ടിയോ മറ്റേതെങ്കിലും ടെക്നോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയോ മറ്റേതെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി വർക്കിന് വേണ്ടിയോ മറ്റ് നാടുകളേക്ക് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് നോട്ട് എ പോസിറ്റീവ് ഇമ്പാക്ട്. അത് ശരിക്കും പറഞ്ഞാൽ പോസിറ്റിവിറ്റി അല്ല, അത് നെഗറ്റീവ് ഇമ്പാക്ട് ആണ് ഉണ്ടാക്കുക ഇക്കോണമിയെ സംബന്ധിച്ച്. അതുകൊണ്ടാണ് ഇപ്പൊ നമ്മളുടെ നാട്ടിലൊക്കെ എത്ര യൂത്ത് ജനതകൾ ഉണ്ടെന്നൊന്ന് എണ്ണി നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളുടെ നാട്ടിലെ യൂത്ത് സഫീഷ്യന്റ് ആയിട്ട് നമുക്ക് എന്തെങ്കിലും നാടിനെ സംബന്ധിച്ച് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ എല്ലാവരും കൂടി ഒറ്റ യൂണിയനായിട്ട് നിൽക്കാൻ പറ്റിയ യൂത്ത് ഉണ്ടോ നമ്മുടെ നാട്ടില്? കുറെ വയസ്സായ ആൾക്കാരുണ്ട്, കുറച്ച് മിഡിൽ ഏജിലായിട്ടുള്ള ആൾക്കാരുണ്ട്, അത്രയൊക്കെ ഉള്ളൂ അല്ലെ. യൂത്ത് ആയി കഴിയുന്ന കുട്ടികളൊക്കെ എന്ത് ചെയ്യുന്നു, പഠിത്തം കഴിഞ്ഞ് വേഗം തന്നെ വിദേശ രാജ്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യണം ഫോർ ദെയർ എന്തിനു വേണ്ടിയിട്ടാ, ഫോർ ദെയർ ജോബ്. കാരണം ജോലി ചെയ്ത നല്ല രീതിയിലുള്ള സാലറി കിട്ടണം എന്നുള്ള പ്രതീക്ഷയിലാണ് ഇവരൊക്കെ നല്ല ഹ്യൂജ് എമൗണ്ട് കൊടുത്ത് ഇന്ത്യയിൽ പല പഠനങ്ങളും
ഹയർ സ്റ്റഡീസിനൊക്കെ പോകഴിഞ്ഞാൽ ഞാനതൊന്നും നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾക്ക് ആരെങ്കിലും ഒക്കെ നമ്മുടെ റിലേറ്റീവ്സോ നമ്മുടെ കുട്ടികളോ മറ്റുള്ളവരോ ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും പഠിക്കാൻ പോകുമ്പോൾ നമുക്കറിയാം, കാലെടുത്ത് വെച്ചാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, കഷ്ടപ്പെടേണ്ടി വരും. കുറച്ചധികം എമൗണ്ട് ഇതിനു വേണ്ടി നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യണം കുട്ടികളുടെ പഠനത്തിന്. പക്ഷേ അതെല്ലാം പഠിച്ചു കഴിഞ്ഞ് നമ്മൾ ഒരു ജോബിന് വേണ്ടി ചെല്ലുമ്പോൾ നമുക്ക് കിട്ടുന്ന സാലറിയോ അത് കാണുമ്പോ നമ്മളുടെ നെഞ്ചിച്ചുളി. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, കുട്ടികൾ ഇവിടെ നിൽക്കാൻ താല്പര്യപ്പെടുന്നില്ല, പെട്ടെന്ന് തന്നെ എന്തെങ്കിലും പഠിച്ച് പുറത്തേക്ക് വിദേശത്തേക്ക് പോകാൻ. അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത് യൂത്ത് എന്ന് പറയുന്നത്, നമ്മുടെ ഹ്യൂമൻ ലൈഫ് എന്ന് പറയുന്നത് വളരെ ഇവിടെ ഇക്കോണമിയുടെ അസറ്റ് തന്നെയാണ്. ഇതൊക്കെ നഷ്ടപ്പെട്ടാൽ, ആരോഗ്യം നഷ്ടപ്പെട്ടാൽ എന്ത് സംഭവിക്കും? അപ്പൊ നമ്മുടെ WHO പറയുന്നത് ഡിസാസ്റ്റർ ഒരുപാട് നഷ്ടങ്ങൾ നമുക്ക് ഉണ്ടാക്കുന്നുണ്ട്. ഇക്കോണമിയുടെ തന്നെ നഷ്ടം, ലോസ് ഓഫ് ഹ്യൂമൻ ലൈഫ്, ഡിറ്റീരിയോറേഷൻ ഓഫ് ഹെൽത്ത്, നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമാകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ, ഓൾ ദീസ് തിങ്സ് ഹാപ്പൻ ഡ്യൂറിങ് ഡിസാസ്റ്റർ. ഇതെല്ലാം ഇതിന്റെ അനന്തര ഫലങ്ങൾ തന്നെയാണ്. ക്ലിയർ ആയോ? സെക്കൻഡ് പാരഗ്രാഫ് മനസ്സിലായോ? സെക്കൻഡ് പാരഗ്രാഫില് ഞാൻ പറയുന്നിടത്ത് വരെ നിങ്ങളൊന്ന് underline ചെയ്യാം. WHO defines a disaster as any occurrence that causes damage, economic disruption, loss of human life, and deterioration of health, and health sufficient on a scale sufficient to warrant an extraordinary response from outside. അത്ര വരെ WHO അവിടെ നിന്ന് തുടങ്ങി ഫ്രം ഔട്ട്സൈഡ് വരെ. ക്ലിയർ ആയോ? ഇത്രയും വരെ നമുക്ക് എന്താ പറയാ കോമൺ ആയിട്ട് അറിയാവുന്ന കുറെ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇതിന്റെ തുടക്കം മാത്രമൊക്കെ ചിലപ്പോ ആ സെന്റൻസ് വൈസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ എന്താ പറയുക ബുദ്ധിമുട്ടുണ്ടാകുള്ളൂ. അത് കഴിഞ്ഞാൽ ഇതൊക്കെ അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ ഫസ്റ്റ് സെക്കൻഡ് പാരഗ്രാഫ്? ഓക്കെ, പൊതുവായി പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈമറി കോസസ് ഓഫ് ഡിസാസ്റ്റർ, നമ്മളില്ലേ ഇപ്പൊ ഡിസാസ്റ്റർ ഉണ്ടാകുമ്പോൾ നമ്മൾ പറഞ്ഞു പലതരത്തിലുള്ള ഡിസാസ്റ്റർ ഉണ്ട്. അതിന്റെ പ്രാഥമികമായിട്ടുള്ള ചില കാര്യങ്ങൾ cannot be preventable. ഈ ഡിസാസ്റ്ററിൽ ഉണ്ടാകുന്ന പല കാര്യങ്ങളും നമുക്ക് പ്രിവെന്റബിൾ അല്ല. എന്നാൽ ഇതിന്റെ സെക്കൻഡറി ഇഫക്റ്റുകളെ നമുക്ക് ഒരു വിധമൊക്കെ നമുക്ക് പ്രിവെന്റ് ചെയ്യാനോ മിറ്റിഗേറ്റ് ചെയ്യാനോ, മിറ്റിഗേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ റെഡ്യൂസ് അല്ലെ, കുറയ്ക്കാനൊക്കെ. ഡിസാസ്റ്ററിന്റെ പ്രൈമറി കേസസിനെ cannot be preventable. നമുക്ക് തടയാൻ പറ്റില്ല. ചില ഡിസാസ്റ്റർ ഫ്ലഡ് വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വരും, നമുക്ക് തടഞ്ഞു നിർത്താൻ വലിയ കാര്യമായിട്ട് നമുക്ക് പറ്റില്ല. ഈ ഫ്ലഡിനെ നമുക്ക് എങ്ങനെ തടയാൻ പറ്റും? സുനാമി പിടിച്ചിടാൻ പറ്റുമോ? അത് നാച്ചുറൽ ആയിട്ടുണ്ടാകുന്ന ചില പ്രകൃതിയുടെ പ്രതിഭാസങ്ങളാണ്. cannot be prevented. അത് നമുക്ക് ഏത് വിധേനയും തടയാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ അങ്ങനെ ഉണ്ടാകുന്ന പ്രൈമറി കേസസ് cannot be prevented. ഒരു ഡിസാസ്റ്ററിന്റെ പ്രൈമറി കേസിനെ നമുക്ക് തടയാൻ പറ്റില്ല എങ്കിലും സെക്കൻഡറി കേസസിനെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പരിധി വരെ മിറ്റിഗേറ്റ് ചെയ്യാം, കുറയ്ക്കാം. അതിന്റെ ആ കാഠിന്യം അല്ലെ അത് കുറയ്ക്കാൻ പറ്റും, ചിലപ്പോഴൊക്കെ തടയാൻ പറ്റും. ഡിസാസ്റ്റർ ഉണ്ടാകുമ്പോൾ ഒരു വലിയ എന്താ പറയാ ഒരു ഹസാർഡ്സ്, വലിയ അപകടങ്ങളാണ് അതിൽ നിന്ന് ഉണ്ടാകുക. നോക്കാം, ഇപ്പൊ എർത്ത് അല്ലെ, ഭൂകമ്പം, ഹെവി റെയിൻഫോള്, ശക്തമായ മഴ, ഒരു മനുഷ്യന്മാർക്ക് എന്താ പറയാ അകത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള മഴയൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ എന്താ പറയാ ആരെയൊക്കെ അത് ഇത് എഫക്ട് ചെയ്യും? എഫക്ട്സ് ദ ബിസിനസ്മാൻ അല്ലെ, ഫാമേഴ്സ്, പല പ്രൊഫഷണൽസിനെയും പല ഓക്യുപേഷൻസിനെയും അത് എഫക്ട് ചെയ്യും. ബിസിനസ് ഒക്കെ ഡല്ലാകും, കൃഷിയൊക്കെ നശിച്ചു പോകും. അങ്ങനെ പല പല ബുദ്ധിമുട്ടുകളും ഹെവി റെയിൻഫോൾ കൊണ്ടുണ്ടാകും. പിന്നെ മാത്രമല്ല ഹരിക്കേൻ, കൊടുങ്കാറ്റ്, വലിയ കാറ്റ്, ശക്തമായ കാറ്റ്, അതും പല കൃഷിയും മറ്റു കാര്യങ്ങളേക്കും അതുപോലെ ബിൽഡിംഗ് ഒക്കെ തകർന്നു വീഴാനൊക്കെ കാരണമാകും. കെമിക്കൽ ആക്സിഡൻസ് എന്ന് വെച്ചാൽ കെമിക്കൽ ചോർച്ചയൊക്കെ അല്ലെ, കെമിക്കൽസ് എന്തെങ്കിലുമൊക്കെ ചോർന്നു പോയി കഴിയുമ്പോൾ അതും ഒരു വലിയ ദുരന്തം തന്നെയാണ്. ഇതൊക്കെ സ്പ്രെഡായി അതിന്റെ പരിസര പ്രദേശങ്ങളിലുള്ള ആളുകളെയൊക്കെ അത് അപകടത്തിലാക്കും. ഡ്രോട്ട്, വരൾച്ചയും മറ്റൊരു ഡിസാസ്റ്റർ ആണ്. അതുപോലെ തന്നെ ആംഡ് കോൺഫ്ലിക്റ്റ്, യുദ്ധമൊക്കെ വരുമ്പോ, അതായത് നാടുകൾ തമ്മിലൊക്കെ യുദ്ധം ചെയ്ത് കഴിയുമ്പോൾ യുദ്ധത്തിൽ ഒരുപാട് പേര് മരിച്ചു കഴിയുമ്പോൾ ഈ ഡെഡ് ബോഡീസ് ഒക്കെ പല സ്ഥലത്ത് കുടുങ്ങിക്കൂടും. അതിൽ നിന്ന് രോഗങ്ങളും രോഗാണുക്കളും പെരുകി ബാക്കിയുള്ളവരുടെ ജീവനും അത് ഭീഷണിയാണ്. ഓൾ ദീസ് തിങ്സ് ഹാപ്പൻ ഡ്യൂറിങ് ഡിസാസ്റ്റർ. അപ്പൊ ഒരു വലിയ ഹസാർഡാണ്, വലിയ അപകടങ്ങളാണ് ഡിസാസ്റ്ററിന്റെ പിന്നിലുള്ളത്. ഡിസാസ്റ്ററുകളുടെ സെക്കൻഡ് ഫേസിനെ അല്ലെങ്കിൽ സെക്കൻഡ് പ്രോസസ്സിനെ നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ രണ്ടാമത്തെ കാര്യത്തിൽ നമുക്ക് കുറയ്ക്കാൻ പറ്റും. പക്ഷെ ഇത്തരം ചില ഡിസാസ്റ്റേഴ്സ്, ഹരിക്കെയിൻ, എർത്ത്, അതുപോലെ തന്നെ എന്താ പറയാ ഡ്രോട്ട്, വരൾച്ച, അതുപോലെ അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, തടയാനോ കുറയ്ക്കാനൊന്നും പറ്റില്ല. അപ്പൊ എന്താ പറയാ ഇറ്റ് ബ്രിങ്സ് മോർ ഇഞ്ചുറീസ് ടു മെനി പീപ്പിൾ. ഒരേ സമയം ഒരുപാട് ആളുകൾ
ഒരു ഏതെങ്കിലും ഒരു ചെറിയ അപകടം നടക്കുമ്പോൾ ഒരു വണ്ടിക്ക് ആരെങ്കിലും യാത്ര ചെയ്യുന്നു, റോഡിൽ അപകടം ഉണ്ടാകുന്നു, അത് 1-2 ആളുകളെ മാത്രം അഫക്ട് ചെയ്യുന്നുള്ളൂ. പക്ഷെ ഇത്തരം ഡിസാസ്റ്റേഴ്സ്, ദുരന്തങ്ങൾ എന്ന് പറയുന്നത് ഒരുപാട് ആളുകളെ അറ്റ് എ ടൈം എന്ത് ചെയ്യുന്ന അതിന്റെ ഇമ്പാക്ട് കൊണ്ടുവരുന്നു. ഡിസാസ്റ്റർ കൊണ്ടുണ്ടാകുന്ന ആ ആഫ്റ്റർ ഇഫക്റ്റുകളും ഒരു കുഞ്ഞു വിഭാഗത്തെ അല്ല, വലിയ വിഭാഗത്തെ മുഴുവനായിട്ട് ബാധിക്കും. സോ ആൻഡ് ഓൾസോ അതിന്റെ ഒരു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താന്ന് പറയുന്നത്, ദർ വിൽ ബി ഗ്രേറ്റസ്റ്റ് ടോയിൽ, നമുക്ക് വലിയ കഷ്ടപ്പാട്, ദുരിതമാണ് മാൻകൈൻഡിന് ഈ ഡിസാസ്റ്റർ കൊണ്ട് ഉണ്ടാക്കുക. ദുരന്തങ്ങള്, വലിയ ദുരിതങ്ങളാണ് മനുഷ്യരാശിക്ക് കൊടുക്കുക. ബിക്കോസ് ഇപ്പൊ നമുക്ക് എന്താ പറയാ, അത് ഈ ഇറക്കത്തേക്ക് ഉണ്ടാകുന്നു, ഭൂമി കുലുക്കാം അല്ലെ, ഭൂമി കുലുക്കം ഉണ്ടാകുമ്പോ അത് അവിടെ കുലുങ്ങിയിട്ട് കുറച്ചു നേരം നിന്നോളും എന്നുള്ളതല്ലല്ലോ. അതുകൊണ്ട് വലിയ അപകടങ്ങൾ ഉണ്ടാകുമ്പോ അതിനടിയിൽപ്പെട്ടവര്, ആ കെട്ടിടത്തിന് സംഭവിച്ച വീഴ്ച, അതിന്റെ ഉള്ളിലുണ്ടായിരുന്ന മെറ്റീരിയൽസ്, റിസോഴ്സസ്, ഒരുപാട് സാധനങ്ങൾക്ക് നഷ്ടം. അപ്പൊ ഇത് ഹ്യൂമൻ കൈൻഡിനെ വളരെ മോശമായ രീതിയിൽ ഇത് എന്താ പറയാ അഫക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ ദർ വിൽ ബി എ മൾട്ടിറ്റ്യൂഡ് ഓഫ് റെഫ്യൂജീസ്. ഇങ്ങനെ ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം, റെഫ്യൂജീസിനെ പോലെ പല നാട്ടിലേക്കും എന്തെങ്കിലും കയറേണ്ടി വരും. മൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഒരു എന്താ പറയാ ഒരു വിഭാഗം, ഒരു വലിയ വിഭാഗം ആളുകൾ റെഫ്യൂജീസ് ആയിട്ട് മാറും. ഞങ്ങളൊക്കെ അങ്ങനെ റെഫ്യൂജീസ് ആയിട്ട് പോയി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഫ്ലഡ് വന്നപ്പോ നമ്മളെല്ലാവരും റെഫ്യൂജീസ് എന്ന് പറഞ്ഞാൽ അഭയാർത്ഥികളാണ്. അഭയമില്ലാതെ അന്വേഷിച്ച് നടക്കുന്നവരാണ് അഭയാർത്ഥികൾ. അവരെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ റെഫ്യൂജീസ് എന്ന് വിളിക്കുക. അപ്പൊ നമ്മളും അഭയം തേടി ഇവിടെ സ്കൂളുകളിലോ ഹോസ്പിറ്റൽസിലോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും എന്താ പറയാ ഉയർന്ന പ്രദേശങ്ങളിലോ കുറച്ച് ദൂരെയൊക്കെ പോകേണ്ടി വന്നു. ഒരുപാട് ദൂരേക്ക് കിലോമീറ്ററുകളോളം സഞ്ചരിക്കാൻ പറ്റില്ല. കാരണം എല്ലായിടത്തും വെള്ളം പൊങ്ങി നിൽക്കുകയല്ലേ, ഇതിൽ കൂടി പോകും അല്ലെ. പിന്നെ ഇങ്ങനെ ഊതി വീർപ്പിക്കുന്ന ബോട്ടുകള്, ചെറിയ ബോട്ടൊക്കെ ഇല്ലേ, ഒരു 3, 4, 5 പേരെയൊക്കെ ഊതി വീർപ്പിക്കുന്നത്, നമുക്ക് പേടിയുണ്ടാവും. അല്ലാതെ തന്നെ വലിയ കപ്പലിൽ കയറാൻ പേടിയാ, പിന്നെയാണ് ഈ ഊതി വീർപ്പിക്കുക. പക്ഷെ അന്നേരം നമ്മളതൊന്നും പേടിയല്ല, രക്ഷപ്പെട്ട് എങ്ങനെയെങ്കിലും ഈ വെള്ളത്തിൽ നിന്ന്, വെള്ളമില്ലാത്ത സ്ഥലത്ത് നിന്ന് എത്തിയാൽ മതി എന്നുള്ള ഒരു ചിന്തയായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് എന്ത് ഇങ്ങനെ റെഫ്യൂജീസിനെ പോലെ നമ്മളിങ്ങനെ അറിഞ്ഞു തിരിഞ്ഞു പോയി കുറെ സ്ഥലം. ഓക്കെ, അപ്പൊ അങ്ങനെയായി മാറും ഈ ഡിസാസ്റ്റർ വരുമ്പോ. കാരണം പ്രദേശത്ത് കുറച്ചു നാളത്തേക്ക് നമുക്ക് ചിലപ്പോൾ വസിക്കാൻ പറ്റില്ല, താമസയോഗ്യമാകില്ല. കാരണം ഇതുപോലെയുള്ള പല ജീവജാലങ്ങളും ഉണ്ടാവും ഇങ്ങനെ ഡെഡായിട്ട് കിടക്കുന്നത്. ഇതൊക്കെ അവിടത്തേക്ക് കുന്നുകൂടി കിടക്കായിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോ അതിൽ നിന്നൊക്കെ പലതരത്തിലുള്ള അണുക്കള് സ്പ്രെഡ് ചെയ്യും. അപ്പൊ രോഗങ്ങൾ വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഇതുപോലെ റെഫ്യൂജീസ് ആയിട്ട് വേറെ എന്തെങ്കിലും അഭയം തരണം. അപ്പൊ ഇതൊക്കെ ദുരന്ത മുഖത്തിന്റെ ആഫ്റ്റർ ഇഫക്റ്റുകളാണ്, ഹസാർഡ്സ് ആണ്. ക്ലിയർ ആയോ? തേർഡ് പാരഗ്രാഫ് മനസ്സിലായോ? അതിൽ നമ്മൾ മാർക്ക് ചെയ്യേണ്ട അല്ലെങ്കിൽ അണ്ടർലൈൻ ചെയ്യേണ്ട സെന്റൻസ് ഇതാണ്: ദ പ്രൈമറി കേസസ് ഓഫ് ഡിസാസ്റ്റേഴ്സ് ആർ നോട്ട് പ്രിവെന്റബിൾ. അത് അണ്ടർലൈൻ ചെയ്യാം. പ്രൈമറി കേസ് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ അടുത്ത സെന്റൻസ്, സെക്കൻഡറി എഫക്ട്സ്. ഡിസാസ്റ്ററിന്റെ സെക്കൻഡറി ഇഫക്റ്റ് ആണ്. ദയർ സെക്കൻഡറി എന്നുള്ളത് ആ ദയർ മാറ്റണം. അവിടെ ഡിസാസ്റ്റേഴ്സ് secondary effects however are amenable to prevention or at least mitigation. കുറയ്ക്കാൻ പറ്റും അല്ലെങ്കിൽ പ്രിവെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, their secondary effect എന്ന് പറയുന്നതിന് പകരം ഡിസാസ്റ്റേഴ്സ് സെക്കൻഡറി എഫക്ട് എന്ന് കൂട്ടിച്ചേർത്ത് വായിച്ച് ആണ് പഠിക്കേണ്ടത്. ഓക്കെ, അടുത്തത് ഡിസാസ്റ്റേഴ്സ്. ഏതൊക്കെ രൂപത്തിലാണ് ഡിസാസ്റ്റേഴ്സ് ഉണ്ടാകുക എന്നുള്ളതാണ് അടുത്ത സെന്റൻസ് പറഞ്ഞിരിക്കുന്നത്. ഡിസാസ്റ്റേഴ്സ് ഹാവ് റിസൾട്ടഡ് ഫ്രം വൺ ഓർ മോർ പ്രൈമറി കോസസ്. ഒരുപാട് ഒന്നിലധികം കാരണങ്ങൾ കൊണ്ട് ഡിസാസ്റ്ററുകൾ ഉണ്ടാകുന്നുണ്ട്. സച്ച് ആസ് ഏതൊക്കെ ഡിസാസ്റ്റർ? എർത്ത്ക്വേക്ക്, ഹെവി റെയിൻഫോൾ, ഹരിക്കെയിൻ, ആക്സിഡന്റ്, ഡ്രോട്ട് ഓർ ആംഡ് കോൺഫ്ലിക്ട്. അവിടെ വരെ ക്ലിയർ ആയോ? ആ 3 സെന്റൻസ് ആണ് നമുക്ക് അണ്ടർലൈൻ ചെയ്യാനുള്ളത്. 3 എണ്ണം മതി. ഓക്കെ, ഓക്കെ അല്ലേ? 50 പേരാണ് നമ്മൾ ക്ലാസ്സിലുള്ളൂ ആകെ. അപ്പൊ നിങ്ങൾ തന്നെ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ച് നിങ്ങളൊന്ന് റെസ്പോണ്ട് ചെയ്യാം, ഒന്ന് ഫിംഗർ ഇടോ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഓക്കെ, യെസ്. ദെൻ the needs, അടുത്ത നമുക്ക് പഠിക്കാം. The needs of disaster affected community largely depend on the following factors. അതായത് ഇതുപോലെ ഡിസാസ്റ്റർ ഒക്കെ ഉണ്ടാകുന്ന ആ സമൂഹത്തിലെ ആ കമ്മ്യൂണിറ്റിക്ക് അവര് എന്തൊക്കെ കാര്യങ്ങളിലാണ് അവർക്ക് ആവശ്യങ്ങൾ ഉണ്ടാകുക. അതായത് ഒരു ഡിസാസ്റ്റർ ഒക്കർ ചെയ്താൽ ആ ഒരു ഡിസാസ്റ്റർ ഉണ്ടായ കമ്മ്യൂണിറ്റി, ഇപ്പൊ ഇവിടെ എന്തെങ്കിലും തരത്തിലുള്ള ഡിസാസ്റ്റർ ഒക്കർ ചെയ്തു, ഇവിടെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾക്ക് നമുക്ക് ആവശ്യങ്ങൾ ഉണ്ടാകാം. പ്രധാനമായിട്ടും നമ്മളുടെ ആവശ്യങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? ദ ടൈപ്പ് ഓഫ് ഡിസാസ്റ്റർ.
എന്ത് ഫാക്ടേഴ്സ് ആണ് അതിനെ എഫക്ട് ചെയ്യുന്നത്, അതായത് ഏത് തരത്തിലുള്ള ഡിസാസ്റ്റർ ആണ് അവിടെ ഉണ്ടായത്, ഫ്ലഡ് ആണോ, എർത്ത് ക്വേക്ക് ആണോ, അല്ലെങ്കിൽ അത്. അപ്പൊ ആ നീഡ്സ് വരുന്നത്, അതിന്റെ ആവശ്യങ്ങൾ, ആ ഡിസാസ്റ്ററിൽ എന്തൊക്കെ സംഭവിച്ചു, അവർക്ക് എന്ത് സഹായം കൊടുക്കണം എന്നതിന്റെ ആവശ്യകതയൊക്കെ എന്താ പറയാ ഉത്ഭവിക്കുന്നത് ഏത് തരത്തിലുള്ള ഡിസാസ്റ്റർ എന്ന് നോക്കിയിട്ടാണ്. ഏത് തരത്തിലുള്ളതാണ്, ഫ്ലഡ് ആണോ, എർത്ത് ക്വേക്ക് ആണോ, അല്ലെങ്കിൽ എന്തെങ്കിലും ആംഡ് കോൺഫ്ലിക്റ്റ് ആണോ, അങ്ങനെ ആ ടൈപ്പ് ഓഫ് ഡിസാസ്റ്ററിനെ ഡിപ്പെൻഡ് ചെയ്ത് അതിന്റെ ആവശ്യങ്ങൾ മാറും. ഡിസാസ്റ്റർ എന്താ പറയാ, ഫ്ലഡ് എന്ന് പറയുന്ന ഡിസാസ്റ്റർ പോലെ ഉള്ള ആവശ്യമായിരിക്കില്ല ചിലപ്പോൾ ഡ്രോട്ട് ഉള്ളപ്പോ ഉണ്ടാകുന്ന ആ ഒരു ആവശ്യം. മനസ്സിലായി? വരൾച്ചയ്ക്ക് നമുക്ക് എന്തൊക്കെയാണ് ആവശ്യം, വരൾച്ച വരുമ്പോ എന്തൊക്കെയാണ് ആവശ്യം, വരൾച്ച വന്നു, അപ്പൊ വരൾച്ച എന്ന് പറയുന്ന ഒരു ഡിസാസ്റ്റർ ഏതെങ്കിലും ഒരു പ്രത്യേക സമൂഹത്തിൽ ഉണ്ടായെന്ന് വിചാരിക്കാം. എന്ന് വെച്ചാൽ വരൾച്ച എന്ന് പറഞ്ഞാൽ അറിയാലോ, ദാറ്റ് മീൻസ് ദർ ഈസ് നോ നത്തിങ് ടു ഈറ്റ് ആൻഡ് ഡ്രിങ്ക്, വെള്ളവും ഇല്ല, തിന്നാനും കുടിക്കാനും ഒന്നുമില്ല ഒരവസ്ഥ. ആ അവസ്ഥ ഉണ്ടായിരിക്കുന്ന ഒരവസ്ഥയിലും അതല്ല വെള്ളം ഇത് ഭയങ്കര വെള്ളപ്പൊക്കമൊക്കെ വന്ന് വെള്ളത്തിലാക്കപ്പെട്ട് നിൽക്കുന്ന മനുഷ്യന്മാര്, അപ്പൊ അവർക്കുണ്ടാകുന്ന ആവശ്യവും രണ്ടും ഒന്ന് തന്നെയായിരിക്കുമോ? രണ്ട് കൂട്ടരുടെയും ആവശ്യങ്ങൾ ഒരുപോലെ ആയിരിക്കുമോ? ഇല്ല, അല്ല അല്ലെ? അപ്പൊ അതാണ് ചോദിച്ചേക്കുന്നത്. ഡിസാസ്റ്റർ എഫക്ട് ചെയ്തിരിക്കുന്ന കമ്മ്യൂണിറ്റിയിൽ വേണ്ട ചില കാര്യങ്ങള് അത് എന്തൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നാണ്. ഒന്ന് ടൈപ്പ് ഓഫ് ഡിസാസ്റ്റർ, എന്ത് തരത്തിലുള്ള ഡിസാസ്റ്റർ ആണ് എന്നുള്ളത്. നെക്സ്റ്റ് വൺ, രണ്ടാമത്തത് ദ റിസോഴ്സസ് ദാറ്റ് കമ്മ്യൂണിറ്റി ഹാവ്, എന്തൊക്കെ വിഭവങ്ങൾ ആ കമ്മ്യൂണിറ്റിക്ക് ഉണ്ട്. ഉണ്ടത് ഉള്ളതാണെങ്കിൽ അത് കൊടുക്കേണ്ട ആവശ്യമില്ല, ഇല്ലാത്തത് എന്താണോ അത് അറിഞ്ഞു കൊടുക്കണം. ഓക്കെ, അപ്പൊ ആ ഒരു ഡിസാസ്റ്റർ ഒക്കെ ചെയ്തിരിക്കുന്ന അഫക്ട് ചെയ്തിരിക്കുന്ന കമ്മ്യൂണിറ്റിക്ക് എന്തൊക്കെ റിസോഴ്സസ് ദേ ഹാവ്, അവർക്ക് എന്തൊക്കെ റിസോഴ്സസ് അവരുടെ കയ്യിലുണ്ട്, ആ വിഭവങ്ങൾ എന്തൊക്കെ ആ നാട്ടിലുണ്ട്, അതുണ്ട് ഉള്ളത് എന്തൊക്കെയാന്ന് നോക്കുക. എന്നിട്ടാണ് നമ്മൾ ഇല്ലാത്തത് കൊണ്ടത് പ്രൊവൈഡ് ചെയ്യുന്നത്. ക്ലിയർ? മനസ്സിലായോ? മനസ്സിലാകുന്നുണ്ട്? ആ പോയിന്റിന് ക്വസ്റ്റ്യനുമായിട്ട് കണക്ട് ചെയ്ത് നമ്മൾ പഠിക്കണം. റൈറ്റ്? ഓക്കെ, അപ്പൊ എന്ത് റിസോഴ്സസ് ആണ് കമ്മ്യൂണിറ്റിയിലുള്ളത്? Okay, then the next one is its degree of preparedness. ഇനി നമുക്ക് ആ ഡിസാസ്റ്ററിനെ ഫേസ് ചെയ്യാൻ എത്രത്തോളം ആ കമ്മ്യൂണിറ്റിക്ക് ഒരുക്കമുണ്ട്. മനസ്സിലായ? ചില ഡിസാസ്റ്റർ വരുമെന്നുള്ള പ്രതീക്ഷയിൽ എന്നെ ജീവിക്കാം. 2018 വെള്ളപ്പൊക്കത്തിന് ശേഷം ഓരോ വർഷവും ഉണ്ടാകുന്ന നമ്മളുടെ മൺസൂൺ കാലഘട്ടം, മീൻസ് ഇപ്പൊ മെയ്യില് പകുതിയായപ്പോ തുടങ്ങി മഴക്കാലം അല്ലെ, ആ സമയം തുടങ്ങി നമ്മൾ ഇങ്ങനെ എന്ത് ചെയ്യും, എന്തിനാണെന്നറിയോ, ഒരു 5 ദിവസം അടുപ്പിച്ച് മഴ പെയ്താൽ നമ്മൾ അപ്പൊ തന്നെ എല്ലാവരോടും ചോദിക്കും വെള്ളം പൊങ്ങോ, വെള്ളപ്പൊക്കം വരുമോ, കാരണം അത് നമ്മൾ അനുഭവിച്ചു, അതുകൊണ്ടാണ് അങ്ങനെ. അതിന് തൊട്ട് മുമ്പത്തെ വർഷം വരെ നമുക്ക് അങ്ങനെ വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞ ഒരു ചിന്ത പോലും ഉണ്ടായിരുന്നില്ല മനസ്സിന്. എന്തുകൊണ്ടാ? നമ്മളത് അനുഭവിച്ചിട്ടില്ല. അപ്പൊ നമ്മൾ വല്ലോടത്തൊക്കെ വാർത്തകൾ കേൾക്കുമ്പോ എന്താ പറയാ, അവിടെ ഒറീസയിൽ വെള്ളപ്പൊക്കം ഉണ്ടായി, അവിടെ വെള്ളപ്പൊക്കം ഉണ്ടായി, ഇവിടെ വെള്ളപ്പൊക്കം ഉണ്ടായി എന്ന് പറയുമ്പോൾ നമ്മൾ ഭയങ്കര ഭംഗിയോടെ ഇരുന്ന് അത് ടിവിയിലെ ന്യൂസ് ചാനലിലൊക്കെ ഇരുന്ന് കാണും അല്ലെ, അങ്ങനെ ഫോട്ടോ പോയി വെള്ളമൊക്കെ ആൾക്കാര് നീന്തി രക്ഷപ്പെടുന്നത് കാണും. ഒരുപാട് അങ്ങനത്തെ കാഴ്ചക്കാരായിരുന്നു. അപ്പൊ നമുക്ക് അതിനെ കുറിച്ച് വലിയ ബോധമൊന്നും നമ്മൾ ചെയ്തിട്ടില്ല, കാരണം നമ്മളൊന്നും പറഞ്ഞില്ല, ഇത് അവിടെയൊക്കെ നടക്കുന്ന കാര്യമല്ലേ. പക്ഷെ അനുഭവിച്ചപ്പോൾ മനസ്സിലായി ഇത് ആർക്ക് എപ്പോ വേണമെങ്കിലും സംഭവിക്കാവുന്ന കാര്യങ്ങളാണ് ഡിസാസ്റ്റേഴ്സ്. ഓക്കെ, ഇന്നത്തെ കാലത്ത് അതൊക്കെയാണ്, കാരണം പ്രകൃതി കുറെ നാളായാലും ഇങ്ങനെ നിലനിൽക്കുന്നത്. അപ്പൊ അതിനകത്തേക്ക് ഒരുപാട് മാറ്റങ്ങളൊക്കെ ഇനി വരേണ്ടിയിരിക്കുന്നു. അപ്പൊ ഭൂമിക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങൾക്ക് അനുസരിച്ചാണ് ഈ പറയുന്ന ദുരന്തങ്ങളൊക്കെ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരിക. റൈറ്റ്? അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മൾ എത്രത്തോളം ഒരുങ്ങിയിട്ടുണ്ട്, ഹൗ ദ ഡിഗ്രി ഓഫ് പ്രിപ്പയർനെസ്, ആ ഒരു ഡിസാസ്റ്ററിനോട് നമ്മൾ എത്രത്തോളം ഒരുങ്ങിയിട്ടുണ്ട്. നമുക്ക് ആ ഡിസാസ്റ്റർ വന്നാലും കുഴപ്പമില്ല, നമ്മൾ ഇതിനെയൊക്കെ ഫേസ് ചെയ്യാൻ, അതിജീവിക്കാനുള്ള എല്ലാ റിസോഴ്സസും എല്ലാ എന്താ പറയാ പ്രിപ്പയർനെസ് നമ്മൾ ഒരുങ്ങി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണെങ്കിൽ വലിയ ബുദ്ധിമുട്ട് വരില്ല. കാരണം എന്താ, they were prepared for it. അതിനുവേണ്ടി അവർ ഒരുങ്ങിയിട്ടുണ്ടായി. ഞങ്ങൾ ഒരുങ്ങിയിരുന്നില്ല, ഞങ്ങൾ വിചാരിച്ചിരുന്നില്ല ഇത്രയും വലിയ വെള്ളപ്പൊക്കം വരുന്നുള്ളത്. ഓക്കെ, ഇച്ചിരിയൊക്കെ വെള്ളം വന്ന് നമ്മളിങ്ങനെ വെള്ളത്തിലൊക്കെ തട്ടിക്കളിച്ചു, വീടിന്റെ ഫ്രണ്ടിലൊക്കെ ആണല്ലോ, അപ്പൊ അവിടെയൊക്കെ കുറച്ചു നേരമൊക്കെ തട്ടിക്കളിച്ചു. പിന്നെ വൈകുന്നേരം ആവുമ്പോൾ ഇച്ചിരി കൂടി വന്നേ, രാത്രി അർദ്ധരാത്രി 12-3 മണിയൊക്കെ ആയപ്പോഴാണ് വെള്ളം നമ്മുടെ സ്വന്തം കട്ടിലിന്റെ അടിയിൽ കാലെടുത്ത് വെച്ചത് വെള്ളത്തിൽ. ഇന്നലെ രാത്രി എവിടെ വഞ്ചിയിലാണോ കിടന്നുറങ്ങിയേ എന്നുള്ള മട്ടിലായിപ്പോയി. ഓക്കെ, അങ്ങനെയൊക്കെ ആയത്. പിന്നീട് അങ്ങോട്ട് പോകാൻ അധികം താമസം വന്നില്ല. പിന്നെ പിടപെടയുന്നായിരുന്നു വെള്ളം പൊങ്ങി വന്നത്. പിന്നെ നമ്മൾ ഇവിടെ വരെ എത്തി. അപ്പൊ ഒന്ന് ഇറങ്ങി വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകാൻ വരുമ്പോഴേക്കും എന്താ പറയാ അത്രയായി വെള്ളം. കണ്ടോ? അപ്പൊ നമ്മള് വി വർ നോട്ട് പ്രിപ്പയർഡ് ഫോർ ഇറ്റ്. അപ്പൊ നമ്മൾ അതിന് പ്രിപ്പയർഡ് ആയിരുന്നില്ല. അങ്ങനെ വന്നപ്പോഴാണ് എന്ത് ചെയ്തത്, ഒരുപാട് ആളുകളെ അത് അഫക്ട് ചെയ്ത് ഒരു ഭയങ്കര റിസ്ക് ആയിട്ട് ആളുകളൊക്കെ പല സ്ഥലത്തുനിന്നും വഞ്ചിയിലും ഒക്കെ കൊണ്ടുവന്ന് എന്ത് ചെയ്തു, സ്കൂളുകളുടെ ഒക്കെ പൊക്കത്തില് കൊണ്ടുപോയി ആക്കിയത്. ഓക്കെ, അപ്പൊ അതിന്റെ പ്രിപ്പയർനെസ്. അപ്പൊ നമ്മളൊരു ഡിസാസ്റ്റർ ഒത്തിരിയുന്ന കമ്മ്യൂണിറ്റിയിൽ അവിടുത്തെ ആവശ്യങ്ങൾ ഈ പറയുന്ന ഫാക്ടേഴ്സിനെ
എന്ത് ചെയ്യുന്നു, ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഏതൊക്കെ ഫാക്ടേഴ്സ്? ഒന്ന് ടൈപ്പ് ഓഫ് ഡിസാസ്റ്റർ, ഏത് ടൈപ്പ് ഓഫ് ഡിസാസ്റ്റർ എന്നത് ആശ്രയിച്ചിരിക്കുന്നു. രണ്ടാമത്തേത് ദ റിസോഴ്സസ് ദാറ്റ് കമ്മ്യൂണിറ്റി ഹാവ്, അവിടെയുള്ള റിസോഴ്സസ് എന്തൊക്കെയാണ് എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കുന്നു. ഡിഗ്രി ഓഫ് ഇറ്റ്സ് പ്രിപ്പയർനെസ്, ആ നാട്, ആ ഒരു സമൂഹം എത്രത്തോളം ആ ഒരു ഡിസാസ്റ്ററിനെ ഫേസ് ചെയ്യാൻ ഒരുങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തെ ആശ്രയിച്ചിരിക്കുന്നു. ലാസ്റ്റ് വൺ, ദ സ്റ്റേജ് ഇൻ ദ ഡിസാസ്റ്റേഴ്സ് എവല്യൂഷൻ, ആ സ്റ്റേജിന്റെ എന്താ പറയാ ഡിസാസ്റ്റർ കൊണ്ടുണ്ടാകുന്ന പരിണാമ ഫലങ്ങൾ. മനസ്സിലായോ? അതിന്റെ മാറ്റം. ആ ഡിസാസ്റ്റർ എന്ന് പറയുന്നത് ഉണ്ടായി കഴിയുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു പ്രദേശത്തിന്റെ മാറ്റം എത്രത്തോളം ഉണ്ട്. ഇത്തരം ഫാക്ടേഴ്സിനെയാണ്, ഈ പറയുന്ന ഘടകങ്ങളെ ആശ്രയിച്ചാണ് ആ ഒരു പർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയുടെ നീഡ് ഫോർ ഡിസാസ്റ്റർ, ഡിസാസ്റ്ററിൽ അവര് പെട്ടു കഴിയുമ്പോൾ ഉണ്ടാകേണ്ട അവരുടെ ആവശ്യകത. ക്ലിയർ ആയോ? ഈ 4 പോയിന്റും വളരെ ഇമ്പോർട്ടന്റ് ആണ്, അതൊന്ന് അണ്ടർലൈൻ ചെയ്യണം കേട്ടാ. The needs of ആ ക്വസ്റ്റ്യൻ അടക്കം, ക്വസ്റ്റ്യൻ മീൻസ് ആ ഇതാണ് ആ ചോദ്യം, ആ ഒരു സെന്റൻസ് പോയിന്റുകളുടെ മുകളിൽ കിടക്കുന്ന സെന്റൻസ് തന്നെയാണ്, അത് മൊത്തത്തിൽ ഒന്ന് അണ്ടർലൈൻ ചെയ്യുക. The needs of disaster affected community depends largely on the factors dash അല്ലെങ്കിൽ dash factors എന്ന് ചോദിച്ചാൽ, ആ ഫോളോയിങ് വരെ ഡാഷ് കൊടുത്ത് ചോദിച്ചാൽ ഇതൊക്കെയാണ് ടൈപ്പ് ഓഫ് ഡിസാസ്റ്റർ, resources of the community, degree of its preparedness, stage of the disaster evolution. മനസ്സിലായോ? ദുരന്തത്തിന്റെ അനന്തരഫലം ഉണ്ട് ലാസ്റ്റത്തെ, ഇത് ദുരന്തത്തിന്റെ പരിണാമ ഫലം, അങ്ങനെ എന്താണ് ആഫ്റ്റർ ഇഫക്ട്, ദാറ്റ്സ് ഓൾ ഇവല്യൂഷൻ എന്ന് പറയുന്നത്. ക്ലിയർ? ഓക്കെ അല്ലേ ഇവിടം വരെ? എനിക്ക് ഓക്കെ അല്ലേ എന്ന് ടീച്ചർ എന്തിനാ ചോദിക്കണേന്ന് വിചാരിക്കണ്ട. നിങ്ങൾ അവിടെ ആക്റ്റീവായിട്ട് ഇരിക്കുന്നുണ്ട്, ലൈവായിട്ട് ഇരിക്കുന്നുണ്ട്, ഓണാക്കി വെച്ചിട്ട് ഉറങ്ങിപ്പോയിട്ടില്ല എന്നൊക്കെ ഉറപ്പ് വരുത്താൻ. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു തപ്പ് വരുമ്പോ ഓക്കെ പിള്ളേര് ശ്രദ്ധിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാലോ, അതാണ്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഡിസാസ്റ്റർ ആയതുകൊണ്ട് വലിയ ഡൗട്ട് ഒന്നും വരാൻ സാധ്യതയില്ല, എങ്കിലും നിങ്ങൾ അറ്റൻറ്റീവ് ആയിട്ട് ഇരിക്കുക. ഓക്കെ, സോ our healthcare institutions, public health infrastructure of a community should be organized and arranged to face such emergency situations like disaster. എന്നാൽ നമ്മുടെ നാട്ടിലെ, ഏത് നാട്ടിലെയാണെങ്കിലും എവിടെയാണോ ഇത്തരം ഡിസാസ്റ്ററുകൾ ഉണ്ടാകുന്നത്, ആ നാട്ടിലെ അതാത് നാട്ടിലെ ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഹോസ്പിറ്റൽസ്, ആരോഗ്യ സംരക്ഷണ മേഖലകള്, അതുപോലെ തന്നെ പബ്ലിക് ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താ, പൊതുജനാരോഗ്യത്തെ മുന്നിൽ കണ്ടുകൊണ്ട് പല സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കും. അങ്ങനത്തെ ആളുകളൊക്കെ ഷുഡ് ബി അലേർട്ട്. അവരെല്ലാവരും എപ്പോഴും എന്തായിരിക്കണം, അലേർട്ട് ആയിരിക്കണം. കാരണം ഈ ഒരു ഇത്തരം ഡിസാസ്റ്റർ ഉണ്ടാകുമ്പോൾ ഇവരാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് എത്രയും പെട്ടെന്ന് ആക്ട് ചെയ്യേണ്ട ആ ഒരു എന്താ പറയാ ആൾക്കാര്. ഹോസ്പിറ്റൽസ്, ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് ഹെൽത്ത് സെന്റേഴ്സ് ഉണ്ട് അല്ലെ. ഹോസ്പിറ്റൽസ് മാത്രമല്ല, ആരോഗ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജോലികൾ ചെയ്യുന്ന അല്ലെങ്കിൽ ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സേവനങ്ങൾ, സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഓൾ ദീസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് മസ്റ്റ് ബി അലേർട്ട്. അവരെല്ലാവരും അലേർട്ട് ആയിരിക്കണം ഇത്തരം ദുരന്തങ്ങളെ എന്ത് ചെയ്യുമ്പോൾ ഉണ്ടാകുമ്പോൾ. ബിക്കോസ് ഇവരാണ് എത്രയും പെട്ടെന്ന് ആക്ട് ചെയ്യേണ്ടത്. മറ്റുള്ളവരെക്കാൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ആക്ട് ചെയ്യേണ്ടവർ ഇവരെയാണ്. ആൻഡ് ദേ ഹാവ് ടു ടേക്ക് സഫിഷ്യന്റ് മെഷേഴ്സ് ടു ടേക്ക് നെസസറി സ്റ്റെപ്സ് ടു പ്രിവെന്റ് ഓർ ടു എന്താ പറയാ മാനേജ് ദിസ് ഡിസാസ്റ്റർ. ഈ ഡിസാസ്റ്ററിൽ ഉണ്ടാകുന്ന പല കാര്യങ്ങളെ, അപകടങ്ങളെ ഒക്കെ കൺട്രോൾ ചെയ്യാനും മാനേജ് ചെയ്യാനും ഒക്കെ എത്രയും പെട്ടെന്ന് ആക്ഷൻ എടുക്കേണ്ട അല്ലെങ്കിൽ ആവശ്യം വേണ്ട ചില നെസസറി സ്റ്റെപ്സ് എടുക്കേണ്ട ആൾക്കാരാണ് ഈ പറഞ്ഞ വിഭാഗം. അപ്പൊ അവരെന്ത് ചെയ്യണം, വളരെ അലേർട്ടായിട്ട് ഇരിക്കണം. നമ്മുടെ ഹോസ്പിറ്റൽസ്, ഡിസ്ട്രിക്ട് മെഡിക്കൽ ഹോസ്പിറ്റൽസ്, ഹെൽത്ത് അതോറിറ്റീസ് ഒക്കെ they have to play an important role. ഇവരൊക്കെ എന്തുണ്ട്, പ്രധാനപ്പെട്ട പങ്ക് വഹിക്കാറുണ്ട്. എന്തിനൊക്കെ? in planning and managing health services those who are affected by disaster. ഡിസാസ്റ്ററിൽ അഫക്ട് ചെയ്തിരിക്കുന്ന ആളുകളെ, അവരെയൊക്കെ മാനേജ് ചെയ്യുക, അവർക്ക് എങ്ങനെയൊക്കെ ട്രീറ്റ്മെന്റ് കൊടുക്കണമെന്ന് പ്ലാൻ ചെയ്യുക എന്നുള്ളതിലൊക്കെ ഏറ്റവും മഹത്തായിട്ടുള്ള പങ്ക് വഹിക്കേണ്ടവരാണ് ഡിസ്ട്രിക്ട് തലത്തിലായിക്കോട്ടെ, ഏത് രീതിയിൽ സ്റ്റേറ്റ് തലത്തിലായിക്കോട്ടെ, അങ്ങനെയാണെങ്കിൽ അങ്ങനെ, ലോക്കൽ ആയിട്ടുള്ള രീതിയിലാണെങ്കിൽ അങ്ങനെ, ഏത് രീതിയിലുള്ള ഹെൽത്ത് അതോറിറ്റീസിനും ബാധ്യതയുണ്ട് അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഓക്കെ, അപ്പൊ ഹോസ്പിറ്റൽസ് ആൻഡ് ഹെൽത്ത് സെന്റേഴ്സ് പാർട്ടിസിപ്പേറ്റ് ഇൻ ലോക്കൽ മെഡിക്കൽ എഫേർട്ട്. എല്ലാ ഹോസ്പിറ്റൽസും അതുപോലെ എല്ലാ ഹെൽത്ത് സെന്റേഴ്സും ഒക്കെ ഈ പറയുന്ന ലോക്കൽ മെഡിക്കൽ എഫേർട്ട് എടുക്കാൻ, എന്ന് വെച്ചാൽ അത്തരം ഡിസാസ്റ്റർ ഉണ്ടാകുന്ന, ഇപ്പൊ പറവൂർ ഒരു ഡിസാസ്റ്റർ ഉണ്ടായി, ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രകൃതി ദുരന്തം ഉണ്ടായി എന്ന് വിചാരിക്കുക. എന്നിട്ട് പറയേണ്ടത് തമിഴ്നാട്ടിലെ ആൾക്കാരല്ല അല്ലെ, ഏറ്റവും നിയറസ്റ്റ് കിടക്കുന്ന ഹോസ്പിറ്റൽസ് ഹാവ് ടു പാർട്ടിസിപ്പേറ്റ്.
അതിൽ അവരാണ് ഏറ്റവും തൊട്ടടുത്ത് കിടക്കുന്ന പരിസര പ്രദേശങ്ങൾ. നമ്മുടെ പറവൂർ ഇഷ്ടംപോലെ ഹോസ്പിറ്റൽസ് ഉണ്ട്, അവർക്കൊക്കെ അതിൽ പങ്കുവഹിക്കാനുണ്ട്. ആ ഡിസാസ്റ്റർ ഒക്കെ ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് പേഷ്യൻസിനെ അവിടെ നിന്ന് ഇവാക്യുവേറ്റ് ചെയ്യാനും അവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാനും എന്താ പറയാ അവർക്ക് വേണ്ട ശുശ്രൂഷകളൊക്കെ ഏറ്റവും നിയറസ്റ്റ് ഹോസ്പിറ്റലിൽ തന്നെ എത്തിച്ച് ജീവൻ തിരിച്ചു കിട്ടാൻ സാധ്യതയുള്ളവർക്ക് പെട്ടെന്ന് തന്നെ ട്രീറ്റ്മെന്റ് കൊടുത്ത് അവരെ ജീവനിലേക്ക് കൊണ്ടുവരാനൊക്കെ ഉള്ള ഉത്തരവാദിത്വമുണ്ട് അല്ലെ. അപ്പൊ അതിൽ പങ്കുവയ്ക്കേണ്ടവരാണ് ഹോസ്പിറ്റൽസ്. അത് ദൂരെയുള്ള ഹോസ്പിറ്റൽസ് അല്ല, ഏറ്റവും ആദ്യം ആക്റ്റീവ് ആവേണ്ടത് തൊട്ടടുത്ത ഹോസ്പിറ്റൽസ് ആണ്. ഓക്കെ, അതിനുശേഷം അവിടേക്ക് അവർക്ക് അതിന്റെ ആ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി കേപ്പബിലിറ്റി അവർക്ക് അതിനുള്ള മെക്കാനിക്കൽ ഡിവൈസസ് ഒന്നും ഇല്ല എങ്കിൽ മാത്രമാണ് അത്തരം പേഷ്യൻസിനെ കുറച്ചുകൂടിയൊക്കെ ദൂരേക്ക്, എന്നാലും ആസ് നിയറസ്റ്റ് ആസ് പോസിബിൾ, അധികം ദൂരേക്ക് കൊണ്ടുപോയി ആളുടെ ജീവൻ വെച്ച് കളിക്കാൻ പറ്റില്ല. എത്രയും പെട്ടെന്ന് ഏത് സ്ഥലത്ത് എത്തിച്ചാൽ ഇയാളുടെ എന്താ പറയാ ആരോഗ്യത്തെ നമുക്ക് എന്താ പറയാ ജീവനെ വീണ്ടെടുക്കാൻ പറ്റും എന്നുള്ളത് നോക്കി ആ നിയറസ്റ്റ് സ്ഥലത്തേക്കാണ് അവരെ മാറ്റേണ്ടത്. അപ്പൊ അവര് വളരെയധികം ആക്റ്റീവ് ആയിട്ട് എപ്പോഴും അലേർട്ട് ആയിട്ടിരിക്കേണ്ട വിഭാഗങ്ങളാണ് ഹോസ്പിറ്റൽസ്, ഹെൽത്ത് സെന്റേഴ്സ്, ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യുന്ന മറ്റു തരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം. അപ്പൊ ഇവര് ആക്റ്റീവ് മെഷേഴ്സ് ഹാവ് ടു ബി ടേക്കൺ. ക്ലിയർ ആയോ? ആ രണ്ട് കുഞ്ഞു പാരഗ്രാഫ് മനസ്സിലായോ? മനസ്സിലായല്ലോ? യെസ്, യു ഹാവ് ടു അണ്ടർലൈൻ ഈ ഒരു സെന്റൻസ് കേട്ടോ. ആ 4 പോയിന്റുകളുടെ തൊട്ട് താഴെയുള്ള പാരഗ്രാഫിലെ ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. ഹെൽത്ത് കെയർ സിസ്റ്റം ഇൻക്ലൂഡിംഗ് ഹോസ്പിറ്റൽസ് ആൻഡ് പബ്ലിക് ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ ഓഫ് ദ ഏരിയ എന്നാണ് കേട്ടോ. AR കിടക്കുന്നുണ്ട്, ഇൻഫ്രാസ്ട്രക്ചർ ഓഫ് ദ ഏരിയ എന്നാണ് ഇത്. എന്റെ നോട്ടിൽ അങ്ങനെ കിടക്കുന്നത്, നിങ്ങളുടെ നോട്ടിൽ എങ്ങനെയാണെന്ന് അറിയില്ല. ചിലപ്പോ റിവൈസ് ചെയ്ത് വന്ന ടെക്സ്റ്റ് ആണെങ്കിൽ അതില് കറക്റ്റ് ആയിട്ടുണ്ടാകും. AR എന്ന് മാത്രമേ ഉള്ളൂ, ഞാൻ അത് എന്താണെന്ന് വായിക്കരുത്. ഏരിയ അതായത് ആ എന്താ പറയാ ഡിസാസ്റ്റർ ഒക്കെ ചെയ്ത ഏരിയയുടെ തൊട്ടടുത്തുള്ള പബ്ലിക് ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഒരു ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഉള്ള സ്ഥലത്തേക്ക് അവിടെയുള്ള ആളുകളും ഹോസ്പിറ്റൽസും ഒക്കെയാണ് ഇതിനകത്ത് ഈ ഒരു എമർജൻസി സിറ്റുവേഷനിൽ കൃത്യമായിട്ട് പെട്ടെന്ന് ആക്ട് ചെയ്യേണ്ടവർ. സെന്റൻസിന്റെ അർത്ഥം. ഇനി അടുത്തത്, district medical and health authorities play a central role in planning and management of health services on an area-wide basis for disasters. Okay, ആ സെന്റൻസ് കൂടി അണ്ടർലൈൻ ചെയ്യാം. ചെയ്തോ? യെസ്. ഇനി നമുക്ക് തന്നിരിക്കുന്നത് ഒരു ഇന്ത്യയുടെ ഭൂപടം. കുറെ നാളുകളായി കണ്ടിട്ടുണ്ടാവും അല്ലെ? ഒരു ഇന്ത്യയുടെ മാപ്പാണ് കൊടുത്തിരിക്കുന്നത്. ഇന്ത്യയുടെ മാപ്പ് നോക്കിയിട്ട് ഏതൊക്കെ സ്റ്റേറ്റ്സ് ഇതിനകത്തുണ്ട് എന്ന് നോക്കാൻ വേണ്ടി നമുക്ക് തന്നിരിക്കുന്നതല്ല, വളരെ ഭംഗിയായിട്ട് കുറെ ആരോ മാർക്ക് ഇട്ട് സൂചിപ്പിച്ചിരിക്കുകയാണ്. മേജർ ഡിസാസ്റ്റേഴ്സ് ഇൻ ഇന്ത്യ വിച്ച് ഒക്കേർഡ് ഡ്യൂറിംഗ് ദ ഇയേഴ്സ് ബിറ്റ്വീൻ 1980 and 2009. 1980 2009 കാലഘട്ടങ്ങൾക്കിടയ്ക്ക് ആ ഒരു ഡ്യൂറേഷനിൽ നമ്മുടെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും നടന്ന വലിയ ഭയാനകമായിട്ടുള്ള ഭീകരമായിട്ടുള്ള ചില ഡിസാസ്റ്റേഴ്സ് ആണ് എന്താ പറയാ ഇന്ത്യയുടെ മാപ്പിൽ ഇങ്ങനെ കുറെ ആരോ മാർക്കിട്ട് കൊടുത്തേക്കുന്നത്. എവിടെയൊക്കെയാണ് നോക്കിയേ? ഒരുപാട് സ്ഥലത്ത് ഫ്ലഡ് ഉണ്ടായിട്ടുണ്ട് അല്ലെ? കുറെ സ്ഥലങ്ങളിൽ എന്താ പറയാ എർത്തുകേക്ക് ഉണ്ടായിട്ടുണ്ട്. പിന്നെ എർത്തുകേക്ക് ഫ്ലഡ് ഒക്കെ എവിടേക്ക് ഉണ്ടാകും നോക്കിയാൽ സുനാമി ഉണ്ടായിട്ടുണ്ട് ഒരുപാട് സ്ഥലത്ത്. അത് ഡേറ്റ് സഹിതം കൊടുത്തിട്ടുണ്ട്. നമ്മളുടെ ഏറ്റവും അടുത്ത കാലഘട്ടങ്ങളിൽ നമുക്കറിയാവുന്ന ഒരു സുനാമി എന്ന് പറയുന്നത് 2004 ഉണ്ടായ സുനാമിയാണ്. ഡിസംബർ 2004 അല്ലെ? അതായത് ഓക്കെ, അത് എത്ര സ്ഥലത്തുണ്ടെന്നൊന്നും നോക്കിയാൽ നിങ്ങൾ അതിനകത്ത് പടത്തിലൊക്കെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഏതൊക്കെ സ്ഥലത്താണ് കൂടുതലും ആ സുനാമി അഫക്ട് ചെയ്തത്, അതിന്റെ ഇയറും മറ്റു കാര്യങ്ങളൊക്കെ അത് താഴെ ഒരു ഇതുപോലെയും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് എന്താ പറയാ സെന്റൻസ് ആയിട്ടും കൊടുത്തിട്ടുണ്ട്, അത് ഇന്ത്യയുടെ മാപ്പിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ എർത്തുക്വേക്ക് ഉണ്ടായിരിക്കുന്ന സ്ഥലം ഒരുപാട് സ്ഥലത്തുണ്ട്. 2005 2 സ്ഥലങ്ങളിൽ കൊടുത്തിട്ടുണ്ട്. അത് ജമ്മു ആൻഡ് കാശ്മീരിൽ 2005 കേട്ടോ. ഒക്ടോബർ 2005 അതുപോലെ തന്നെ ജമ്മു കാശ്മീരില് ഫെബ്രുവരി 2005 ഈ 2 സമയത്തും നടന്നിരിക്കുന്ന എർത്തുക്വേക്കാണ് ജമ്മു കാശ്മീരിൽ തന്നെ. ഓക്കെ, അങ്ങനെ പലതരത്തിലുള്ള എന്താ പറയാ ഡിസാസ്റ്റേഴ്സ് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഇതൊന്നും വരത് അറിയുന്നുണ്ടോ? ചിലതൊക്കെ നമ്മൾക്ക് വരുമ്പോ മാത്രമാണ് നമുക്കത് വലിയ ദുരന്തമായിട്ട് തോന്നുക. അപ്പൊ നമുക്കൊരു അലേർട്ട്നെസ് ഫീൽ ചെയ്യും അല്ലെ? ഇപ്പൊ വെള്ളപ്പൊക്കം വന്നപ്പോ നമുക്ക് എല്ലാ വർഷവും ആ ഒരു അലേർട്ട് ഉണ്ട്, നമുക്ക് ഇനിയും വെള്ളപ്പൊക്കം വരൂ എന്നുള്ളത്. ഓക്കെ,
അതെ. അപ്പൊ ഓരോ സ്ഥലത്തിന്റെ പേരൊക്കെ. അപ്പൊ ഇതിനകത്തുനിന്ന് നമുക്ക് കുറച്ചൊക്കെ അത് ഈ എന്താ പറയാ മാപ്പിലല്ല, അതല്ലാതെ താഴെ കൊടുത്തിരിക്കുന്നതിൽ നിങ്ങൾ നോക്കി പഠിച്ചാൽ മതി. അതാണ് ഇമ്പോർട്ടന്റ് കേട്ടോ, താഴെ കൊടുത്തിരിക്കുന്നത്. ഈ മാപ്പിനകത്തുള്ളത് നിങ്ങൾ കുറെ സ്ഥലം കൊടുത്തിട്ട് ഇത് മുഴുവൻ നമുക്ക് പഠിക്കുക അല്ലെങ്കിൽ ഓർത്തിരിക്കുക എന്നുള്ളത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ അതിന്റെ താഴെ കുറച്ച് ഇതായിട്ട് കൊടുത്തിരിക്കുന്നത്, ഈ സെന്റൻസ് വൈസ് കൊടുത്തിരിക്കുന്നത് മാത്രം പഠിക്കുക. അപ്പൊ ഇനി അതിനുശേഷം അതായത് ഇനി പറയുന്നതേ നമ്മളുടെ ഏകദേശം ഒരു 10-30 വർഷം ബാക്കിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 10-30 വർഷം, ഒരു 30 years ബാക്കിലേക്ക്, തൊട്ട് മുന്നുള്ള 30 വർഷത്തിന്റെ ബാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ ആ കാലഘട്ടത്തിൽ, അതിന് മുമ്പുണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഉണ്ടായ ഡിസാസ്റ്റേഴ്സിനേക്കാൾ ഏകദേശം ഒരു 5-fold ഇൻക്രീസ് ഇൻ ഡിസാസ്റ്റേഴ്സ് ആണ് പിന്നീടുള്ള കാലഘട്ടങ്ങളിൽ ഉണ്ടായേക്കുന്നത്. എന്താ 5-fold എന്ന് പറഞ്ഞാൽ എന്താ? 5 മടങ്ങ് വർധനവ് ഡിസാസ്റ്ററുകളിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ള കാഴ്ചയാണ് നമുക്ക് പഠനങ്ങളിലൂടെ അവർ തെളിയിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ ആ ഒരു 30 വർഷത്തിന് മുമ്പ് ഏതൊക്കെ രീതിയിലുള്ള ദുരന്തങ്ങൾ ഉണ്ടായിരുന്നോ അതിനേക്കാളൊക്കെ 5 മടങ്ങ് രീതിയിലുള്ള വർധനവ് ഈ പറയുന്ന ഡിസാസ്റ്ററുകൾ ഒക്കെ അറിയുന്നതിൽ ഉണ്ടായിട്ടുണ്ട്. ഏതൊക്കെ ഡിസാസ്റ്റർ? ആയിട്ടും ഫ്ലഡ് ആയിട്ടും അതുപോലെ സൈക്ലോൺ ആയിട്ടും അങ്ങനെ ഡ്രോട്ട് ആയിട്ടും ഒക്കെ. ഡ്രോട്ട് അധികം ഉണ്ടാവുന്നില്ല എങ്കിലും ബാക്കിയുള്ള ദുരന്തങ്ങൾ. ഓക്കെ, ഇനി അതുപോലെയുള്ള ചില മേജർ ഡിസാസ്റ്റേഴ്സ് വീണ്ടും ഇവിടെ പറയുന്നുണ്ട്. ഏതൊക്കെയാ? ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി ആണ്. അത് ഏകദേശം അഫക്റ്റഡ് 2 lakh people. 2 lakh ആണ് കേട്ടോ അത്. അവിടെ നിങ്ങളുടെ സെന്റൻസിൽ അത് എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് എനിക്കറിയില്ല. ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നില്ലേ അഫക്റ്റഡ് 2 lakh people എന്നാണ്. LAC എന്ന് കൊടുത്തതാണ്. LAC ആണ്. എന്നായിപ്പോയത് ഈ എന്നൊന്ന് മാറ്റി അവിടെ എ ആണെന്ന് ആക്കാമോ? ലാക്കിന്റെ ആ ഷോർട്ടില് LAC എന്ന് എഴുതിയത LAKH എന്നാണ് ലാക്കിന്റെ സ്പെല്ലിംഗ്. ഐദർ യു ക്യാൻ റൈറ്റ് LAC ഓർ യു ക്യാൻ റൈറ്റ് LAKH. മനസ്സിലായോ? ഒന്ന് തെറ്റ് ചെയ്യുക. പീപ്പിൾ ക്ലെയിംഡ് മോർ ദാൻ 3,000 ലൈഫ്സ്. 2 ലക്ഷത്തോളം ആളുകളെ അഫക്ട് ചെയ്തു ഈ പറയുന്ന ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി. എന്നിട്ട് അതില് 3000 ആളുകളുടെ ജീവന് അപകടത്തിലുമായി എന്നുള്ളതാണ്. 3000 ആളുകളുടെ ജീവന് എടുക്കുകയും ചെയ്തു ആ ഒരു ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി. അടുത്തത് സൈക്ലോൺസ് ആണ്. സൈക്ലോൺസ് അലോങ് ദ കോസ്റ്റ് ഓഫ് ആന്ധ്രാപ്രദേശ് ആൻഡ് ഒറീസ അറ്റ് ഇന്റർവെൽ ഓഫ് എവറി ഫ്യൂ ഇയേഴ്സ്. ഏകദേശം ഒരു എന്താ പറയാ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന ഒരു സാധനമാണ് ഇവിടെ ആന്ധ്രാപ്രദേശിലെ അതുപോലെ തന്നെ ഒറീസയിലും സൈക്ലോൺസ് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള ചില വർഷങ്ങളിൽ ഇപ്പൊ കാണുന്ന ഒരു പ്രതിഭാസമാണ്. ഏകദേശം 25,000 ആളുകളുടെ ലൈഫ്സ് ആണ് എന്ത് ചെയ്യുന്നത് നഷ്ടപ്പെട്ടത് എന്നാണ് പറയുന്നത്. ഓക്കെ, ലൈഫ്സ് ലോസ്റ്റ് ആയിട്ടുണ്ട് 25,000 ആളുകളുടെ ജീവൻ എടുത്ത സൈക്ലോൺസ് എവിടേക്കാണ്? ആന്ധ്രാപ്രദേശിലും ഒറീസയിലുമായിട്ട്. എർത്ത് ഇൻ ഉത്തർകാശി 1990 1990 എർത്ത് ക്വേക്ക് ഉണ്ടായത് നമ്മുടെ ഉത്തർകാശി എന്ന് പറയുന്ന സ്ഥലത്ത്. മേജർ ആയിട്ടുള്ളതാണ്, വളരെ വലിയ രീതിയിലുള്ള തോതിലുള്ളതാണ് ഈ പറഞ്ഞത് മുഴുവൻ. ചെറുതൊക്കെ വലുതൊക്കെ നടക്കുന്നുണ്ട്, പക്ഷെ അതൊന്നും ഇവിടെ പറയുന്നില്ല. മേജർ ആയിട്ട് നടന്ന ഡിസാസ്റ്റേഴ്സിനെ കുറിച്ച് മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. എർത്ത് ക്വേക്ക് ഇൻ ലാത്തൂർ ഇൻ മഹാരാഷ്ട്രയിലെ ലാത്തൂറിൽ ഉണ്ടായിരുന്ന എർത്ത് ക്വേക്ക് 1993 ഓക്കെ, അപ്പൊ ഇതെല്ലാം നമ്മളുടെ ഈ കഴിഞ്ഞ 30 വർഷക്കാലങ്ങൾക്കിടയിൽ അതിന്റെ 5 മടങ്ങ് ഇൻക്രീസ് നമുക്ക് ഈ പറയുന്ന ഡിസാസ്റ്റേഴ്സ് ഒക്കെ ചെയ്യുന്നതിൽ കാണാൻ സാധിക്കും. അതിലെ ഏറ്റവും മേജർ ആയിട്ടുള്ള കുറച്ച് ഡിസാസ്റ്റേഴ്സിന്റെ എക്സാമ്പിൾസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 4 നമ്മൾ പറഞ്ഞിട്ടാ, ഇനിയുണ്ട് ബാക്കിയുള്ളത് നമുക്ക് വായിക്കാവുന്നതുള്ളൂ. അപ്പൊ ഈ പോയിന്റുകളാണ് നിങ്ങൾ കാണാൻ പഠിക്കുന്നത്. ഓക്കെ, 25,000 ലോസ്റ്റ് ദെയർ ലൈഫ്സ് ലോസ്റ്റ് കേട്ടാ. യെസ്, അപ്പൊ ഈ 4 പോയിന്റ് വരെ ഞാൻ നിർത്തുകയാണ്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, മനസ്സിലായോ? ഇത്രയും 2 പേജ് നമ്മൾ എടുത്തിട്ടുള്ളൂ. 2 പേജ് നിങ്ങൾ നന്നായിട്ട് വായിച്ച് അണ്ടർലൈൻ ചെയ്ത സെന്റൻസ് ഒന്നുകൂടി ഫോക്കസ് ചെയ്യാം. ക്ലിയർ? So see you next day. Bye. Thank you.